നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതു മുന്നണിയെ തൂത്തെറിഞ്ഞ് UDF സർക്കാർ അധികാരത്തിലേറിയിട്ടിതാ 2 ആഴ്ചയായി. എല്ലാ സർക്കാരുകളും ചെയ്യുന്നതുപോലെ ആദ്യ ആഴ്ചകളിലെ മന്ത്രിസഭാ യോഗങ്ങളിലും അല്ലാതെയുള്ള തീരുമാനങ്ങളിലും ജനങ്ങളുടെ കയ്യടി നേടിക്കഴിഞ്ഞു VD സതീശൻ. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര, വയോജന വകുപ്പ്, PSC റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി നീട്ടൽ, ആശമാരുടെ വേതനമുയർത്തൽ, നവീൻ ബാബുവിന്റെ മരണം, CBIക്ക് വിടൽ, നവകേരള സദസ്സിലെ രക്ഷാപ്രവർത്തനത്തിലേർപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരായ നടപടി തുടങ്ങി പൊതുജനങ്ങളെയും പാർട്ടിക്കാരെയും കയ്യിലെടുക്കാൻ കഴിയുന്ന തീരുമാനങ്ങൾ തന്നെയാണ് ഈ 2 ആഴ്ച കൊണ്ട് VD സതീശൻ സർക്കാർ എടുത്തിരിക്കുന്നത്. UDF സർക്കാരിനെതിരെ വലിയ വിമർശനങ്ങളിലേക്ക് പ്രതിപക്ഷവും ഇതുവരെ കടന്നിട്ടില്ല. VD സതീശൻ സർക്കാരിന് എത്ര മാർക്ക് കൊടുക്കാം? സർക്കാരിന്റെ മധുവിധ കാലം കഴിയുമ്പോൾ തീരുമാനങ്ങളിലെ ജനകീയത കൈവിടുമോ? കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഏറ്റവും കൂടുതൽ പഴികേട്ട ആഭ്യന്തര വകുപ്പിനെ നന്നാക്കുമോ? പൂച്ച പെറ്റുകിടക്കുന്ന ഖജനാവ് എന്ന് വിമർശിച്ച സതീശൻ ഈ മാസം 19-ന് നടത്തുന്ന ബജറ്റിൽ കാത്തുവച്ചിരിക്കുന്നത് എന്ത് നോക്കാം. അജിൻ സർ, സത്യത്തിൽ മാർക്കിടാറായോ? 2 ആഴ്ചയായിട്ടുള്ളൂ. മാർക്കിടാറായെന്ന് പറയാൻ കഴിയില്ല. പക്ഷെ ആദ്യം എടുത്ത നടപടികൾ, ആദ്യത്തെ 1-2 ക്യാബിനറ്റ് മീറ്റിംഗുകളായിട്ട് എടുത്ത നടപടികൾ നോക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാ സർക്കാരുകളും തുടക്കത്തിൽ ആദ്യത്തെ ക്യാബിനറ്റ് മീറ്റിംഗ്, 2ാമത്തെ ക്യാബിനറ്റ് മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ കുറെ കൂടി അവർ മുമ്പ് വാഗ്ദാനം ചെയ്ത കാര്യങ്ങൾ, കുറെ കൂടി ജനപ്രിയമായ കാര്യങ്ങൾ പ്രഖ്യാപിക്കും. പിണറായി വിജയൻ അധികാരത്തിൽ വന്നപ്പോഴും ആദ്യത്തെ ക്യാബിനറ്റ് മീറ്റിംഗിൽ വളരെ എടുത്തൊരു തീരുമാനം ജിഷ മർഡർ കേസ് പുനരന്വേഷിക്കണമെന്നുള്ളതായിരുന്നു. കാരണം ആ തെരഞ്ഞെടുപ്പ് കാലത്താണ് ജിഷ മർഡർ കേസിൽ വലിയ തോതിലുള്ള പ്രൊട്ടസ്റ്റ് പെരുമ്പാവൂർ കേന്ദ്രീകരിച്ചുണ്ടാകുന്നത്. കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ വന്നു. ആ തവണത്തെ LDFന്റെ വിജയത്തിന് മേലിൽ ജിഷ മർഡർ കേസ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അവരാദ്യം വരുമ്പോൾ എടുക്കുന്നൊരു തീരുമാനം ജിഷ മർഡർ കേസിൻ്റെ പുനരന്വേഷണമായിരുന്നു. ഈ സർക്കാരും അങ്ങനെ തന്നെയാണ്. അത് ഒരു സ്വാഭാവികമായ രീതിയാണ്. ഒരു പുതിയ സർക്കാർ വരുമ്പോൾ ആ സമയത്ത് കത്തി നിൽക്കുന്ന ഒരു രാഷ്ട്രീയ ആവശ്യങ്ങളിൽ തീരുമാനമെടുക്കുക, ആ സർക്കാരിനെ വിജയിപ്പിച്ച ജനങ്ങളുടെ ആസ്പിരേഷനോട് ചേർന്ന് നിൽക്കുന്ന തീരുമാനം എടുക്കുക എന്നുള്ളതാണ്. അത് ഏറെക്കുറെ അവർ ചെയ്യുന്നുണ്ട്. ഒന്ന് ആശാവർക്കർമാരുടെ പ്രശ്നം, PSC നിയമനങ്ങൾ, അങ്ങനെ തുടങ്ങി ഒരു ഒട്ടുമിക്ക വിഷയങ്ങൾ ഒരു ടോക്കണിസം കാണാം നമുക്കതിൽ. ഈ സർക്കാരിനോട് ജനങ്ങൾക്കുണ്ടായിരുന്ന ആവശ്യങ്ങൾ ഞങ്ങളിതാ പരിഗണിച്ചിരിക്കുന്ന തോന്നലുണ്ടാക്കുന്നതാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ദിവ്യ സൂചിപ്പിച്ചതുപോലെ ഈ സർക്കാരിന് മാർക്കിടാറാവണമെങ്കിൽ കഴിഞ്ഞ 10 വർഷത്തെ സർക്കാരിനെതിരായിട്ട് ഉയർന്നു വന്ന ജനരോഷത്തിന് പ്രധാനപ്പെട്ട കാരണമായ പ്രശ്നങ്ങൾ ഈ സർക്കാർ എങ്ങനെ അഡ്രസ്സ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതിലൊന്നാമത്തെ കാര്യം, സമൂഹത്തിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന വിദ്വേഷവും വെറുപ്പും അവസാനിപ്പിക്കാൻ ഒരു പുതിയ ഹാർമണി ഡിപ്പാർട്ട്മെന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ സർക്കാർ. സാമുദായിക മൈത്രിക്ക് വേണ്ടി ഒരു വകുപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ വകുപ്പ് എങ്ങനെ പ്രവർത്തിക്കുന്നു, അതിന്റെ പ്രവർത്തനം എങ്ങനെയാണ് എന്നുള്ള ഒരു കാര്യം. 2, ആഭ്യന്തര വകുപ്പ്. ആഭ്യന്തര വകുപ്പിനെ കുറിച്ച് ഉയർന്ന പ്രശ്നങ്ങളിൽ ഈ സർക്കാർ എന്ത് നിലപാട് സ്വീകരിക്കുന്നു? ഇപ്പോൾ 1-2 കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ആഭ്യന്തര വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് 1-2 തീരുമാനമുണ്ട്. ഒന്ന്, രക്ഷാപ്രവർത്തനം എന്ന പേരിൽ യൂത്ത് കോൺഗ്രസ്സുകാരെ തല്ലിച്ചതച്ച പോലീസുകാർക്കെതിരായിട്ടുള്ള നടപടി. പിന്നെ ഓപ്പറേഷൻ തൂഫാൻ എന്ന പേരിൽ ആഭ്യന്തര വകുപ്പ് പ്രഖ്യാപിച്ചിട്ടുള്ള ലഹരിക്കെതിരായിട്ടുള്ള പരിപാടി. കാരണം ലഹരി ഒരു പ്രധാനപ്പെട്ട പ്രശ്നം തന്നെയാണ്. 3ാമത്തെ വിഷയം, ആഭ്യന്തര വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട അങ്ങനെ ചില കാര്യങ്ങളുണ്ട്. പക്ഷേ പ്രധാനപ്പെട്ട വിഷയങ്ങളതൊന്നുമല്ല. ഒരു ഓൺഗോയിങ് അന്വേഷണം നടക്കുന്നുണ്ട്. ADGP MR അജിത് കുമാറിനെതിരായിട്ട് നടക്കുന്ന അന്വേഷണങ്ങൾ. ആ അന്വേഷണം എങ്ങനെ ഈ സർക്കാർ ക്യാരി ഫോർവേഡ് ചെയ്യും, ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. തൃശ്ശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് അന്വേഷണം, അത്തരമുള്ള അന്വേഷണങ്ങൾ. മാമി വധക്കേസ്, ഇവിടെ ഇടവണ്ണയിലെ യുവാവിനെ വെടിവെച്ച് കൊന്ന സംഭവം, മലപ്പുറത്ത് യുവാക്കളെ വ്യാജമയക്കുമരുന്ന് കേസിൽ ഉൾപ്പെടുത്തിയ സംഭവങ്ങൾ. പക്ഷെ അതിൽ നടപടികൾ ഉണ്ടാവുന്നുണ്ട്, ഇല്ല എന്നല്ല പറയുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, മെയ് 4-ാം തീയതി വോട്ടെണ്ണിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഉച്ചയ്ക്ക് ഒരു 11:30-12 മണിക്കിടയ്ക്ക്, അതായത് സർക്കാർ മാറുന്നു തോന്നലുണ്ടാകുമ്പോൾ കരിപ്പൂർ എയർപോർട്ടിൽ നിന്ന് സ്വർണ്ണക്കടത്തിന് വേണ്ടി കരിപ്പൂർ എയർപോർട്ടിൽ പോലീസ് നിയോഗിച്ചിട്ടുള്ള 3 പോലീസുകാർ അവിടെ സ്ഥലം മാറ്റിക്കൊണ്ടുള്ള നടപടി വരുന്നത്. അതിനുശേഷം മയക്കുമരുന്ന് ബന്ധമുണ്ടെന്ന് കണ്ട് 3 പോലീസുകാർക്ക് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. അതുകൂടാതെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് മയക്കുമരുന്ന് മാഫിയായിട്ട് ബന്ധമുണ്ടെന്ന് വിളിച്ചു പറയുന്നത് ചൈത്ര തെരേസ ജോൺ, മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു SP പറയുകയാണ് സംസ്ഥാനത്തെ പ്രമുഖ പോലീസ് ഉദ്യോഗസ്ഥർക്ക് മയക്കുമരുന്ന് മാഫിയായിട്ട് ബന്ധമുണ്ട് എന്ന് പരസ്യമായി വിളിച്ചു പറയാൻ ചെറിയ ധൈര്യം പോരാ. കഴിഞ്ഞ 10 വർഷം ആ ഉദ്യോഗസ്ഥയ്ക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അവർക്ക് ധൈര്യം വരുന്നു എന്നതിനർത്ഥം ആഭ്യന്തര വകുപ്പ് അങ്ങനെ ഒരു മാറ്റം കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് ഇരിക്കുന്ന മന്ത്രി ഉദ്യോഗസ്ഥർക്ക് ഒരു ആത്മവിശ്വാസം കൊടുക്കുന്നുള്ളൊരു സൂചന കൂടിയാണ്. തീർച്ചയായിട്ടും അത്തരം ശുഭസൂചകമായ കാര്യങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഈ സർക്കാരിന് മാർക്കിടണമെങ്കിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന്, നമ്മുടെ സംസ്ഥാനത്തുണ്ടാകുന്ന സാമുദായിക മൈത്രിക്ക് വേണ്ടി സർക്കാർ എന്ത് ചെയ്യുന്നു, വെറുപ്പും വിദ്വേഷവും വളർത്തുന്നവരെ തടയാൻ എന്ത് നടപടികൾ സർക്കാർ സ്വീകരിക്കുന്നു, അവരോടുള്ള സമീപനം, അത്തരം ആളുകളോടുള്ള സർക്കാരിൻ്റെയും സർക്കാരിന് നേതൃത്വം കൊടുക്കുന്നവരുടെ സമീപനം എന്താണ്, ആഭ്യന്തര വകുപ്പ് നേരിട്ട പഴികളിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു, ആരോഗ്യവകുപ്പിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്. ഇപ്പോൾ ശുചിത്വം വളരെ പ്രധാനപ്പെട്ട ഒരു ഫോക്കസ് ആയിക്കൊണ്ട് ആരോഗ്യമന്ത്രി ഒരു പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മെഡിക്കൽ കോളേജുകളിൽ ഇനി തറയിൽ കിടക്കുന്ന കാഴ്ച നമ്മൾ കാണില്ല എന്ന് ആരോഗ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. തീർച്ചയായും നല്ല പ്രഖ്യാപനങ്ങൾ തന്നെയാണ്. അങ്ങനെ ഓരോ വകുപ്പും, ഇപ്പോൾ വനം വകുപ്പ് ഇന്ന് തന്നെ നോക്കുക, കാട്ടാന വിഷയം ഷിബു ബേബി ജോൺ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു.
വന്യമൃഗങ്ങളും മനുഷ്യരും തമ്മിലുള്ള സംഘർഷത്തിൽ ഈ സർക്കാരിന്റെ നിലപാടെന്നാണ് ഒരുപാട് പഴികേട്ട വകുപ്പാണ് അത് കഴിഞ്ഞ 10 വർഷക്കാലം. അങ്ങനെ ഓരോ വകുപ്പെടുത്ത് നോക്കിയാൽ കഴിഞ്ഞാലും ആ വകുപ്പുകൾ എങ്ങനെ പ്രവർത്തിക്കുന്നു, ഫംഗ്ഷൻ ചെയ്യുന്നു എന്നുള്ളതും, പിന്നെ ദിവ്യ അവസാനം പറഞ്ഞതുപോലെ ബജറ്റ്, ആദ്യത്തെ ബജറ്റ് എന്താണ്, ഈ പൂച്ചപ്പെറ്റി കിടക്കുന്ന ഖജനാവ് എന്ന് പറഞ്ഞിട്ട് എങ്ങനെയാണ് വരുമാനം ഉണ്ടാക്കാൻ സതീശൻ എന്ന ധനമന്ത്രി മുഖ്യമന്ത്രി എന്ത് നടപടികൾ സ്വീകരിക്കുന്നു എന്നുകൂടി പരിശോധിച്ച ശേഷമേ നമുക്ക് മാർക്കിടാൻ കഴിയും. ശരി നൗഫൽ, നോക്കൂ, ഇപ്പോൾ അജിംസ് പറഞ്ഞതുപോലെ 2 ആഴ്ചയായിട്ടുള്ളൂ, തുടക്കമാണ്. എങ്കിലും ഇതുവരെ എടുത്ത തീരുമാനങ്ങൾ എത്രത്തോളം കയ്യടി നേടിയിട്ടുണ്ട്, അത് എത്രത്തോളം ജനകീയമാണ്? അതിൽ എനിക്ക് തോന്നുന്ന കാര്യം വെച്ചാൽ സ്വാഭാവിക നീതി എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ, അത് നടപ്പിലാക്കുന്നതിൽ തുടക്കം തന്നെ വി.ഡി. സതീശൻ സർക്കാർ ശ്രമിച്ചു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഏറ്റവും പ്രധാനമായി എനിക്ക് തോന്നിയ ഒരു കാര്യം ഹർഷിനയുടെ കേസാണ്. ഹർഷിനയുടെ കേസ് എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കാവുന്ന ഒരു വിഷയമായിരുന്നു. മുൻ സർക്കാർ എന്തോ പിടിവാശി മൂലം അത് നടപ്പിലാക്കാതിരിക്കുകയാണ് ചെയ്തത്. ഒരു രോഗിയായി ആശുപത്രിയിലെത്തിയ ഒരു വ്യക്തി, അവരുടെ സർജറി കഴിഞ്ഞ് അവരുടെ ഉള്ളിൽ ഒരു കത്രിക മറന്നു വെച്ച് പോയ ഒരു കേസാണല്ലോ. അപ്പോൾ എന്തായാലും ആ രോഗിക്ക് തക്കതായ നഷ്ടപരിഹാരം നൽകണം, കുറ്റക്കാരായവർ ശിക്ഷിക്കണം. ഈ കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അത് ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്ന ഒരു സ്വാഭാവികമായ നീതിയാണ്. അക്കാര്യത്തിൽ എടുത്ത ഒരു തീരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നൽകാവുന്ന ഏറ്റവും വലിയ നഷ്ടപരിഹാരം, അവർക്ക് ഇതുവരെ നഷ്ടപ്പെട്ട അവരുടെ ജീവിതം തിരിച്ചു നൽകുക എന്നുള്ളതാണ്. അവർക്ക് ഒരു ജോലി നൽകിക്കൊണ്ട് സർക്കാർ അത് നിറവേറ്റിയെന്നുള്ളത് അത് വലിയ കയ്യടി നേടിയ, ഈ സർക്കാരിൻ്റെ കാലത്ത് ഏറ്റവും കയ്യടി നേടിയ ഒരു തീരുമാനമായിരുന്നു. യെസ്, അവിടെ തന്നെ. അതായത് 2 ആഴ്ച മാത്രമേ പ്രായമായിട്ടുള്ളൂ ഈ സർക്കാരിന്, ഈ കുഞ്ഞിന്. അപ്പോൾ ഒരിക്കലും അത് എന്തില്ല, മാർക്കിടാനുള്ള പ്രായമായിട്ടില്ല. ഈ 2 ആഴ്ച എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരാഴ്ച പിന്നെ ഈ മന്ത്രിമാരുടെ വകുപ്പുകളൊന്നും തീരുമാനിച്ചിട്ടും ഉണ്ടായിരുന്നില്ല. അതിനുശേഷമാണ് ഇതൊക്കെ വന്നത്. പക്ഷേ മന്ത്രിസഭയുടെ പൊതുവായ തീരുമാനപ്രകാരം വന്ന തീരുമാനങ്ങളൊക്കെ ശ്ലാഘിക്കപ്പെടുന്ന തീരുമാനങ്ങളാണ്. അതിലൊന്ന് ആശാവർക്കർമാരുടെ കാര്യമാണ്. അവരുടെ വേതനം 3000 രൂപ വർദ്ധിപ്പിച്ചു. അതല്ല അവരുടെ വാഗ്ദാനം എങ്കിൽ തന്നെയും അതെങ്കിലും വർദ്ധിപ്പിച്ചത് വളരെ നല്ല കാര്യമാണ്, അതിൽ തർക്കവുമില്ല. രണ്ടാമത്തെ കാര്യം, ഇത് ഒരു രാഷ്ട്രീയമായ തീരുമാനങ്ങളാണ് പലതും വരുന്നത് എന്നുള്ളതാണ്. ഒന്ന് ഗൺമാന്മാരുടെ കാര്യം. അതെന്തായാലും സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണല്ലോ. കഴിഞ്ഞ സർക്കാരിനെതിരെയുള്ള ഏറ്റവും വലിയ സമരത്തിൻ്റെ ഭാഗമായി അവരുടെ പ്രവർത്തകർക്കേറ്റ ആ ഒരു സംഗതി, അവരുടെ എന്താ പറയുക, അവരുടെ മൊറാലിനെ തന്നെ ബാധിച്ച ഒരു ആക്രമണമായിരുന്നല്ലോ അത്. അപ്പോൾ അതിനെതിരെ നടപടിയെടുക്കാൻ അവർ ശ്രമിച്ചു എന്നുള്ളത്, അതിന് തീരുമാനം വന്നു, അത് പെട്ടെന്ന് തന്നെ അക്കാര്യത്തിൽ നടപടികളിലേക്ക് കടന്നു എന്നുള്ളതും ഈ സർക്കാരിന് ഒരു വലിയ നേട്ടമായിട്ട് പറയാം. പിന്നെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഈ പുതിയ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നതിൽ ഇപ്പം ബജറ്റ് ദിവ്യ സൂചിപ്പിച്ചതുപോലെ ബജറ്റ് വരുന്നു. ഈ ബജറ്റിനെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. കാരണം വി.ഡി. സതീശൻ എപ്പോഴും ഒരു ധനകാര്യ രംഗത്തെ വിദഗ്ധൻ എന്ന നിലക്കാണ് എപ്പോഴും സംസാരിച്ചിട്ടുള്ളത്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് മിക്കപ്പോഴും ധനകാര്യ വിഷയങ്ങളിൽ വളരെ കൃത്യമായി പോയിന്റഡ് ആയിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന പ്രതിപക്ഷ നേതാവായിട്ടാണ് വി.ഡി. സതീശൻ നിന്നത്. നേരത്തെ തോമസ് ഐസക്കുമായുള്ള അദ്ദേഹത്തിൻ്റെ സംവാദമാണ് അദ്ദേഹത്തിന് ഇക്കാര്യത്തിൽ വിദഗ്ധനാണ് എന്നുള്ളൊരു പ്രതീതി ഈ കേരളത്തിൽ സൃഷ്ടിക്കുകയും ചെയ്തു. അപ്പോൾ സ്വാഭാവികമായും ഈ സർക്കാരിൻ്റെ ആദ്യ ബജറ്റ് കേരളം ഉറ്റുനോക്കുന്ന ഒന്ന് തന്നെയാണ്. വി.ഡി. സതീശൻ ഇത്രയും കാലം പറഞ്ഞ കാര്യം, അതായത് ഇത്തരം കാര്യങ്ങൾ നടപ്പിലാക്കാൻ വലിയ പ്രയാസമൊന്നും ഈ കേരളത്തിലില്ല, അതൊക്കെ നടപ്പിലാക്കാവുന്നതേ ഉള്ളൂ എന്ന് പിണറായിയുടെ മുഖത്ത് നോക്കി പറഞ്ഞ ആളാണ് പ്രതിപക്ഷ നേതാവായിരുന്ന വി.ഡി. സതീശൻ. അപ്പോൾ സ്വാഭാവികമായും വി.ഡി. സതീശൻ ഇവിടെ വരുന്നു. ഒരുപാട് പദ്ധതി, KSRTCയിലെ സൗജന്യ ബസ് യാത്ര അടക്കമുള്ള ഒരുപാട് വാഗ്ദാനങ്ങൾ ജനങ്ങൾക്ക് കൊടുത്ത പ്രതിപക്ഷ നേതാവായിരുന്നു അത്. അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹം അതൊക്കെ നടപ്പിലാക്കാൻ അദ്ദേഹത്തിനാണ് സാധിക്കേണ്ടത്. ധനകാര്യ വകുപ്പ് അദ്ദേഹത്തിൻ്റെ കയ്യിലാണ്. ഇതെല്ലാം ഖജനാവിനെ ആശ്രയിച്ച് നടത്തേണ്ട പദ്ധതികളാണ്. അതുകൊണ്ട് തന്നെ അതെങ്ങനെ അദ്ദേഹം മാനേജ് ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ബജറ്റ് നോക്കിയിട്ട് നമുക്ക് ശരിക്കും ആദ്യത്തെ മാർക്കിടാൻ പറ്റൂ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഒരുപാട് തിരുത്തലുകൾ വരുത്താൻ ഈ സർക്കാർ ശ്രമിക്കുമെന്ന് നമുക്ക് കരുതാം. അത് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒന്ന്, ഈ കേരളത്തിൽ നടന്ന ഒരുപാട് വിദ്വേഷ പ്രസ്താവനകളുണ്ട്, ഒരുപാട് വിദ്വേഷ പ്രസംഗങ്ങളുണ്ട്, ഒരുപാട് ജനങ്ങളെ പരസ്പരം അകറ്റുന്ന, കാലുഷ്യങ്ങൾ സൃഷ്ടിക്കുന്ന ഒരുപാട് പ്രസ്താവനകൾ, ഒരുപാട് യൂട്യൂബർമാർ, ഒരുപാട് പ്രാസംഗികർ ഒക്കെ ഈ നാട്ടിൽ ജീവിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം അത്തരത്തിലുള്ള വിദ്വേഷ പ്രസംഗങ്ങളൊന്നും പ്രത്യക്ഷത്തിൽ ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഇനി അത് വരാനുള്ള സാധ്യത, ഇത്തരം ആളുകൾക്കെതിരെ നടപടിയെടുക്കാനുള്ള ത്രാണി ഈ സർക്കാരിനുണ്ടോ, മുഖം നോക്കാതെ നടപടിയെടുക്കാനുള്ള ത്രാണി ഈ സർക്കാരിനുണ്ടോ എന്നാണ് ഞാൻ കാത്തിരിക്കുന്നത്. ശരി നിഷാദ്, എത്രത്തോളം തിളങ്ങാനായിട്ടുണ്ട് ഇതുവരെ വി.ഡി. സതീശൻ സർക്കാരിന്? ഇനി എന്തൊക്കെ പ്രതീക്ഷിക്കാം നമുക്ക്? അല്ല, നേരത്തെ അജിംസ് പറഞ്ഞ പോലെ തുടക്കത്തിൽ ഞങ്ങൾ ഏതൊക്കെ വിഷയത്തിന് വേണ്ടിയാണോ സമരം ചെയ്തത് ആ വിഷയങ്ങൾക്കകത്ത് തീരുമാനമെടുത്ത് പോവുക എന്ന് പറയുന്ന ഒരു പ്രാഥമികമായ സ്ട്രാറ്റജി അവരെടുത്തിട്ടുണ്ട്. അത് നമുക്ക് കാണാം. അതിനപ്പുറം
വളരെ ക്രൂഷ്യലായിട്ടുള്ള വെല്ലുവിളികൾ ആ സർക്കാരിന്റെ മുമ്പിൽ ഇനിയുണ്ട്. അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനം. അത്ര എളുപ്പത്തിൽ നിറവേറ്റാൻ കഴിയാത്തതോ സങ്കീർണമായിട്ടുള്ള സംഗതികൾ സർക്കാരിന് മുമ്പിലുണ്ട്. ഇപ്പോൾ ഓരോ മന്ത്രിമാരെ എടുത്ത ഇപ്പോൾ വി ഡി സതീശൻ ഒരു ക്യാബിനറ്റിന്റെ ചീഫ് എന്ന നിലയ്ക്ക് അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതിൽ മുന്നിൽ നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിന് പിഴവുകളില്ലാതെ ഈ ദിവസം വരെ അദ്ദേഹം നിൽക്കുന്നു എന്നത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ കെ മുരളീധരൻ്റെ കാര്യം എടുക്കാം. അദ്ദേഹം എന്ത് ചെയ്യുന്നു? അദ്ദേഹത്തിന്റെ വകുപ്പിൽ പുതിയ മെഡിക്കൽ കോളേജുകളിൽ ആളുകൾ നിലത്ത് കിടക്കുന്ന സാഹചര്യം ഒഴിവാക്കണം എന്നുള്ളതാണ് എൻ്റെ മോഹം എന്ന് പറയുന്നു. ഇനി ആശുപത്രികളെല്ലാം ക്ലീൻ ചെയ്യുന്ന ഒരു ക്യാമ്പയിനിലേക്ക് അദ്ദേഹം പ്രവേശിക്കാൻ പോവുകയാണ്. രമേശ് ചെന്നിത്തല അദ്ദേഹത്തിന്റെ വകുപ്പിൽ ഓപ്പറേഷൻ തൂഫാൻ പോലുള്ള പരിപാടികൾ തുടങ്ങുന്നു. മയക്കുമരുന്നിനായിട്ടുള്ള പോരാട്ടം ഓൾറെഡി പ്രഖ്യാപിച്ച് കഴിഞ്ഞിട്ടുണ്ട്. എൻ ശംസുദ്ദീന്റെ വകുപ്പിലാണെങ്കിൽ പെൺകുട്ടികൾക്ക് ആർത്തവാവധി കൊടുക്കുന്ന തീരുമാനം എടുക്കുന്നു. അങ്ങനെ മന്ത്രിമാർ അവരുടെ വകുപ്പുകൾക്കകത്ത് തുടക്കത്തിൽ ശുഭകരമായിട്ടുള്ള തീരുമാനം എടുത്തു പോവുകയും ആ നിലയ്ക്കുള്ള കയ്യടി മേടിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ശുഭകരമല്ലാതെ തുടങ്ങുന്ന മന്ത്രിമാരും ഉണ്ട്. അതിലാണ് നമ്മൾ കാണേണ്ട കാര്യം. ഈ മന്ത്രി ബിന്ദു കൃഷ്ണ അവർ തുടങ്ങുന്നത് തന്നെ അശ്ലീലം നിറഞ്ഞ ഒരു കാഴ്ചയോട് കൂടിയാണ്. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഒരു നല്ല തീരുമാനം കൊണ്ട് തുടങ്ങാൻ പറ്റിയില്ല എന്ന് പറയുന്ന ഏറ്റവും വലിയ ഗതികേടിനെ അനുഭവിക്കുന്ന മന്ത്രി ബിന്ദു കൃഷ്ണയാണ്. കാരണം എന്താണ് അവർ ചെയ്യുന്ന എന്താണ് നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ എല്ലാവരും പറഞ്ഞില്ലേ, വിദ്വേഷത്തിനും സാമൂഹികമായ സംഘർഷങ്ങൾക്കുമെതിരായിട്ട് ഈ സർക്കാർ എന്ത് ചെയ്യുന്നു എന്ന് നമ്മൾ ഇപ്പോൾ പരിശോധിക്കാൻ നോക്കിയാൽ ഈ സർക്കാരിൻ്റെ കയ്യിൽ നമുക്കുള്ള റോങ് മെസ്സേജാണ്. സംശയമില്ല, ഈ സർക്കാർ എന്ത് ചെയ്യും നാം ഉറ്റുനോക്കുകയായിരുന്നു. ഈ ഗവൺമെന്റിന്റെ ഭാഗത്ത് വന്നിട്ടുള്ള റോങ് മെസ്സേജാണ്. കാരണം ഈ ക്യാബിനറ്റിന്റെ ഭാഗമായിട്ടുള്ള ഒരു മന്ത്രി ഒരു വിദ്വേഷ പ്രസംഗകന്റെ വീട്ടിൽ പോയി കുമ്പിട്ട് നിൽക്കുന്നു. അവർക്ക് വേണമെങ്കിൽ ഇപ്പം അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് അവർക്ക് ശിവഗിരിയിൽ പോകാം, അവിടെ പോയി പ്രാർത്ഥിക്കാം, അവിടെ പോയി സന്യാസിമാരെ കാണാം. അത് കാണുകയല്ലേ ചെയ്തത്. അവരെന്ത് ചെയ്യാണ്? ഒരു വിദ്വേഷ പ്രാസംഗികനായ ഒരാൾ ഈഴവ സമുദായത്തെ തന്നെ അപമാനിക്കും വിധത്തിൽ വർഗീയ വിദ്വേഷത്തിന്റെ ഒരു പാട്ടുകാരനായി മാറിയ ഒരാളെ പോയി കാണുകയാണ്. അയാൾ ആരാണ്? ഈ തെരഞ്ഞെടുപ്പിൽ ഈ മുന്നണി വിജയിക്കാനേ പാടില്ല എന്ന ശബ്ദവാക്ക് ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടേയിരുന്ന ഒരാൾ. ഈ വി ഡി സതീശൻ എന്ന് പറയുന്ന മനുഷ്യനെ ഊളംപാറയിലേക്ക് അയക്കേണ്ട ആളാണ്. അയാൾക്ക് വട്ടാണ്, അയാൾ ഭ്രാന്തനാണ്, വർഗീയവാദിയാണ്, അപ്രസക്തനാണ്, ഒരു കാര്യവുമില്ലാത്ത ആളാണ്. ഞാൻ ഈ വാക്കുകൾ വെറുതെ പറയല്ല. ഈ വാക്കുകളെല്ലാം അതുപോലെ വെള്ളാപ്പള്ളി നടേശൻ ഉപയോഗിച്ചിട്ടുള്ളതാണ്. സ്വന്തം നേതാവിനെ, സ്വന്തം മുഖ്യമന്ത്രിയെ ഭ്രാന്തനാണ്, വർഗീയവാദിയാണ്, മുസ്ലിം ലീഗിന്റെ കയ്യിലെ കളിപ്പാവയാണ്, വിവരദോഷിയാണ്, ഊളംപാറയ്ക്ക് അയക്കേണ്ട ആളാണ് എന്ന് പറഞ്ഞ ഒരാൾ, UDFന്റെ വിജയത്തിന് ഒരു നിലയ്ക്കും കോൺട്രിബ്യൂട്ട് ചെയ്യാത്ത ഒരാൾ, കേരളത്തിന്റെ സാമൂഹ്യ അന്തരീക്ഷത്തെ മലീമസമാക്കാൻ വേണ്ടി മാത്രം പണിയെടുത്ത ഒരാൾ, BJPക്ക് സീറ്റ് ഉണ്ടാക്കാൻ വേണ്ടി മുസ്ലിം വിരുദ്ധ വിദ്വേഷം പറഞ്ഞുകൊണ്ടേയിരുന്ന ഒരാൾ, അയാളെ പോയി ആദ്യമായി കുമ്പിടുക എന്ന പണിയാണ് ബിന്ദു കൃഷ്ണ ചെയ്തത്. അപ്പോൾ ഓരോ മന്ത്രിമാർ അവരുടെ വകുപ്പിൽ നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടും ജനങ്ങളുടെ ആശയാഭിലാഷങ്ങൾക്കൊപ്പം പ്രവർത്തിച്ചു തുടങ്ങണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ബിന്ദു കൃഷ്ണ എന്ത് ചെയ്യുന്നു? വിദ്വേഷ പ്രാസംഗികനായ ഒരാളെ പോയിട്ട് കുമ്പിടുകയാണ്. അപ്പോൾ നിരാശപ്പെടുത്തിക്കൊണ്ടാണ് അവരുടെ തുടക്കം. ഇതൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ വിദ്വേഷ പ്രസംഗത്തിന്റെ കൂടെ ഞങ്ങളില്ല. 1000 തെരഞ്ഞെടുപ്പുകൾ തോറ്റാലും നമ്മൾ മതനിരപേക്ഷതയോട് കോംപ്രമൈസ് ചെയ്യരുത് എന്ന് പ്രസംഗിക്കുകയും അതിന് വലിയ കയ്യടി നേടുകയും ചെയ്ത വി ഡി സതീശൻ തന്റെ ക്യാബിനറ്റ് മെമ്പറായിട്ടുള്ള ഒരാൾ അനാവശ്യമായി പോയിട്ട് ഒരു വർഗീയ വിദ്വേഷ പ്രാസംഗികനെ കണ്ടതിനെ കുറിച്ചുള്ള വിശദീകരണം തരാൻ ബാധ്യസ്ഥനാണ്. അതോ അതിനും ഇന്നിപ്പോ ബിന്ദു കൃഷ്ണയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ വെള്ളാപ്പള്ളിയെ കാണാൻ പോയല്ലോ എന്ന്. ക്ഷീരദിനാശംസകൾ മറുപടി പറഞ്ഞത് അത് വലിയ മിടുക്കായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ബിന്ദു കൃഷ്ണ ഇതിനു മുമ്പുള്ള സർക്കാരിനെയും അതിലെ നേതാക്കന്മാരെ ആലോചിക്കണം. ഇതിനേക്കാൾ വലിയ വർത്തമാനം പറഞ്ഞ് ഡിഫൻസ് ഉണ്ടാക്കാൻ ശ്രമിച്ച ആൾക്കാരെ ജനങ്ങളെടുത്ത് എറിഞ്ഞാണ് കണ്ടത്. അതുകൊണ്ട് മൗനം അവലംബിക്കുക, ക്ഷീരദിനാശംസകൾ പറയുക, ഹാപ്പി ഓണം പറയുക, ഇതൊക്കെ ഒരു വലിയ ഒരു മിടുക്കാണ്, എൻ്റെ ഒരു മികവായിട്ടാണ് കാണുന്നതെങ്കിൽ അങ്ങനല്ല. ജനങ്ങൾ ഇവിടെ സൗഹാർദ്ദമാണ് ആഗ്രഹിക്കുന്നത്. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ രാഷ്ട്രീയത്തെ എടുത്തെറിഞ്ഞ ജനങ്ങളാണ് കേരളത്തിലുള്ളത്. വെള്ളാപ്പള്ളി നടേശനെ തന്നെയും അപ്രസക്തരാക്കിയവരാണ് ജനങ്ങൾ. ആ ജനങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് കൊഞ്ഞനം കുത്തി കാണിക്കരുത്. സോ ആദ്യ ദിവസത്തിൽ 0 മാർക്കോടെ സ്റ്റാർട്ട് ചെയ്യുന്ന, നെഗറ്റീവ് മാർക്കോടെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു മന്ത്രിയായിട്ട് ആര് മാറിയിട്ടുണ്ട്? ബിന്ദു കൃഷ്ണ മാറിയിട്ടുണ്ട്. ഇതിന്റെ തുടർച്ചയാണെങ്കിൽ അവർക്ക് ഇതാണ്, അത് അവരുടെ രാഷ്ട്രീയമായ കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണ്. ഈ രാഷ്ട്രീയമായ കാഴ്ചപ്പാടും വിഷനും വെച്ചിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നതെങ്കിൽ അവരുടെ വകുപ്പ് അമ്പാടെ പരാജയപ്പെടാൻ പോവുകയാണ്. കാരണം എന്താണ്? പൊളിറ്റിക്കൽ വിഷൻ, കാഴ്ചപ്പാട്, സാമൂഹിക ബോധം, ഇത് പ്രധാനമാണ് ചെയ്യുന്ന വകുപ്പിൽ പണിയെടുക്കണമെങ്കിൽ. കാരണം നമ്മൾ ടെക്നിക്കലി ചെയ്യുന്ന പണിയല്ല, പൊളിറ്റിക്കൽ വിഷൻ വെച്ചിട്ടാണ് ഒരു വകുപ്പ് ഡിസൈൻ ചെയ്യേണ്ടത്. ഉദ്യോഗസ്ഥനാണ് ടെക്നിക്കലി പണിയെടുക്കുന്നത്. ഇവർക്ക് എന്താണ് വേണ്ടത്? കാഴ്ചപ്പാടും നീതിബോധവും എല്ലാം വേണം. അവരുടെ നീതിബോധം എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾക്കെതിരെ വെറുപ്പ് പ്രസംഗിക്കുന്ന ഒരാളെ പോയി കുമ്പിടുക എന്ന് വെച്ചാൽ RSSന്റെ പരിപാടിയിലെ പ്രചാരക സ്വഭാവത്തിൽ പണിയെടുക്കുന്ന വെള്ളാപ്പള്ളി നടേശന്റെ ഭാര്യയെ പോയി കുമ്പിടുക. വെള്ളാപ്പള്ളി നടേശനെ മാത്രം കുമ്പിട്ടാ പോരാ, വെള്ളാപ്പള്ളി നടേശന്റെ ഭാര്യയും കൂടി കുമ്പിടണം എന്ന് വിചാരിക്കുന്ന ഒരാൾ എങ്ങനെയാണ് അവരുടെ വകുപ്പിൽ വിഷണറിയായി പ്രവർത്തിക്കാൻ എനിക്കറിയില്ല. ഇപ്പം നോക്കൂ, ഇതിനകത്ത് കോൺഗ്രസ്സുകാരും മറുപടി പറഞ്ഞു കാണുന്നില്ല. CPMനെയും കോൺഗ്രസിനെയും സംബന്ധിച്ച് എന്തൊരു വ്യത്യാസമുണ്ട്. വെള്ളാപ്പള്ളി നടേശന് ഒരു പ്രശ്നം ഉണ്ടാക്കുമ്പോൾ ഇത് പറയുമ്പോൾ CPM സെക്രട്ടേറിയറ്റ് ഒരു വാർത്താക്കുറിപ്പെങ്കിലും ഇറക്കിയിട്ടുണ്ട്. എന്ന് മാത്രമല്ല, വെള്ളാപ്പള്ളി നടേശനെ നമ്മൾ ന്യായീകരിക്കാൻ പാടില്ല എന്ന ഒരു പാപബോധത്തോടെയാണ് പലപ്പോഴും CPM ഡിഫൻസ് ഉണ്ടാക്കുന്നത്. നമ്മൾ ചെയ്യാൻ പാടില്ലാത്തതാണ്. പക്ഷേ നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു സ്ട്രാറ്റജി എടുക്കുകയാണ് എന്നതിൻ്റെ ഒരു പാപബോധം അവരിൽ കാണാം. ഞങ്ങൾ ഓഡിറ്റ് ചെയ്യപ്പെടേണ്ടവരാണ്, ഞങ്ങൾ ഈ കാര്യത്തിലൊക്കെ ഓഡിറ്റ് ചെയ്യപ്പെടേണ്ടവരാണ്, ഞങ്ങൾ മറുപടി പറയേണ്ടവരാണ് എന്ന ബോധ്യം CPMമാർക്കുണ്ട്. കോൺഗ്രസ്സുകാർക്ക് ഒരു സൗകര്യമുണ്ട്, അതുമില്ല. ഞങ്ങൾക്ക് എന്തും കാണിക്കാം,
ഞങ്ങളെ ആരും ഓഡിറ്റ് ചെയ്യാനില്ല, CPM ഓഡിറ്റ് ചെയ്യുന്ന പോലെ നാട്ടുകാർ ഞങ്ങളെ ഓഡിറ്റ് ചെയ്യില്ല എന്നൊരു വിചാരം കോൺഗ്രസിനുണ്ടെങ്കിൽ അത് അവസാനിപ്പിക്കണം 2026. കാരണം എന്താണ്, ആ കാലം പോയി. ആരെയും ഓഡിറ്റ് ചെയ്യില്ല. കോൺഗ്രസിന് എന്ത് കാണിക്കാം, ഏത് വഴിയിലൂടെ സഞ്ചരിക്കാം, ഏത് പള്ളി പൊളിക്കുമ്പോഴും നിശബ്ദമായിരിക്കാം, ഞങ്ങളെ ആരും ഓഡിറ്റ് ചെയ്യില്ല എന്നൊരു വിചാരം ഉണ്ടെങ്കിൽ ആ കാലം കഴിഞ്ഞു. CPM ഓഡിറ്റ് ചെയ്തതിൻ്റെ അതേ മാതൃകയിൽ നിങ്ങളെയും ഓഡിറ്റ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾ അവരെ പഴി പറഞ്ഞ അധികാരത്തിൽ വന്നവരാണ്. ഓക്കെ, ആ പാർട്ടിയും CPIM ആ ലെഫ്റ്റ് ഫ്രണ്ടും ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയമായ ജീർണതയുടെ കൂടി ഉപോൽപ്പന്നമാണ് UDF സർക്കാർ. അല്ലാതെ UDFന്റെ പരമമായ മികവ് കണ്ടിട്ട് UDFനെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചു എന്നും കാണേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഇത് UDFനെ സംബന്ധിച്ച് അവർ എന്തൊക്കെ തീരുമാനമെടുത്താലും അശ്ലീലമായ ഒരു കാഴ്ചയും കൂടി അവർ കേരളത്തിന് സംഭാവന ചെയ്തിരിക്കുന്നു. അത് വിശദീകരിക്കാൻ അവർക്ക് കഴിയട്ടെ. അല്ലാതെ ബിന്ദു കൃഷ്ണയുടെ മൗനം എന്ന് പറയുന്നത് UDFന്റെ ഒരു വലിയൊരു സ്ട്രാറ്റജി ആയിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. ബാക്കി എല്ലാ മന്ത്രിമാർക്കും നല്ല നിലയ്ക്ക് തുടങ്ങാൻ പറ്റിയിട്ടുണ്ട്. ഇനി പറഞ്ഞ പോലെ വിപത്തുകളോട്, വിദ്വേഷങ്ങളോട് എന്ത് സമീപനം സ്വീകരിക്കുന്നു? ഞാൻ പേഴ്സണലി കാണുന്നത് അറിയാമോ, കേരളം അടക്കം വലിയ തോതിലുള്ള സാമൂഹിക കാലുഷ്യങ്ങളുടെ നടുവിലാണുള്ളത്. അതിന് ഈ കഴിഞ്ഞ കുറേ കാലം വലിയ തോതിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് കരകയറ്റാൻ പണിയെടുക്കണം. 100 വർഷമായിട്ട് ഇന്ത്യയിൽ കുത്തിയിറക്കിയ ഒരു വിഷത്തെയാണ് ഇപ്പോൾ പുറത്തിറക്കാൻ രാഹുൽ ഗാന്ധിയൊക്കെ നാട് മുഴുവൻ നടക്കുന്നത്. ഈസി പ്രോസസ് അല്ല. പരകാല പ്രഭാകർ പറഞ്ഞ പോലെ 100 വർഷം കൊണ്ട് ഈ രാഷ്ട്രത്തിൻ്റെ സാമൂഹ്യ ശരീരത്തിൽ ഇഞ്ചക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള വെറുപ്പിനെ നിങ്ങൾ കേവലമായ തെരഞ്ഞെടുപ്പ് സഖ്യങ്ങൾ കൊണ്ട് തിരിച്ചെടുക്കാം എന്ന് വിചാരിക്കരുത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കേരളത്തിൽ അതിൻ്റെ വിത്തുകൾ പാകപ്പെട്ടിരിക്കുന്നു. നിങ്ങൾക്ക് ഇപ്പോഴേ തടയാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഏത് സഖ്യങ്ങൾ ഉണ്ടാക്കിയാലും നിങ്ങൾക്ക് ഇതിൽ നിന്ന് തിരിച്ചു വരാൻ പറ്റില്ല. അതുകൊണ്ട് കേരളത്തിൻ്റെ അലാമിംഗ് സിറ്റുവേഷനാണ്. അതുകൊണ്ട് നിങ്ങൾ KSRTCയിൽ ഫ്രീ കൊടുക്കുന്നുണ്ടോ, നിങ്ങൾ മാസാമാസം സ്ത്രീകൾക്കും അല്ലെങ്കിൽ പെൺകുട്ടികൾക്കും പൈസ കൊടുക്കുന്നുണ്ടോ? അതിനേക്കാൾ പ്രധാനമാണ് മതനിരപേക്ഷത എന്ന ആശയത്തിൻ്റെ ശത്രുക്കളായിട്ട് കേരളത്തിൽ തല പൊക്കി നിൽക്കുന്ന സർപ്പങ്ങളെ പത്തി താഴ്ത്തിക്കുക എന്നുള്ളത്. അതിന് പണിയെടുക്കാൻ ഉദ്ദേശമില്ല എന്ന് ഒരു മന്ത്രി വ്യക്തമാക്കി കഴിഞ്ഞു. ആ മന്ത്രിയുടെ മുകളിൽ വേറൊരു മന്ത്രിയുണ്ട്, VD സതീശൻ എന്നാണ് പേര്. നിലപാടിൻ്റെ രാജാവെന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് അണികൾ ഫ്ലെക്സ് എഴുതി വെച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് ഉറപ്പുണ്ടെങ്കിൽ അദ്ദേഹം ഈ കാണിച്ച വൃത്തികേടിന് മറുപടി വേണമെന്നാണ് ഞാൻ പറയാം. ശരി. എന്തായാലും മികച്ച തുടക്കം തന്നെ ഈ തീരുമാനങ്ങളെല്ലാം കയ്യേടി നേടിയിട്ടുണ്ട് എന്ന് തന്നെ പറയാം. പക്ഷേ ഈ മികച്ച പ്രതിച്ഛായ നിലനിർത്താൻ എത്ര കണ്ട VD സതീശൻ സർക്കാരിന് കഴിയുമെന്നതാണ് ചോദ്യം. ബജറ്റ് വരാൻ പോവുകയാണ്. കേന്ദ്ര അവഗണനയ്ക്ക് ഇടയെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് മതിയായ ഫണ്ടൊന്നും ഇതുവരെ നമുക്ക് ലഭിച്ചിട്ടില്ല. ഇനി എന്താകുമെന്നറിയില്ല. അതിനിടെ എത്ര കണ്ട വികസന പദ്ധതികൾ, പ്രഖ്യാപനങ്ങൾ ബജറ്റിൽ ഉണ്ടാകുമെന്നത് നമുക്ക് ഉറ്റുനോക്കാം. തലസ്ഥാനത്ത് ED പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ ചിലരുടെ വീടുകൾ മുൻ മന്ത്രി V ശിവൻകുട്ടി സന്ദർശിച്ചത് വലിയ വിമർശനങ്ങൾക്ക് കാരണമായിരിക്കുകയാണ്. അതിൽ പലരുടെയും വീടുകളിലെ പരിതാപകരമായ അവസ്ഥയാണ് വിമർശനങ്ങൾക്കിടയാക്കിയത്. പലരും പാവങ്ങളായ ചെറുപ്പക്കാരാണെന്നും അവരുടെ ഭാവി ഇല്ലാതാക്കി അടിമകളാക്കി പാർട്ടി വളർത്തുകയാണെന്നുമാണ് വിമർശനം. പാവങ്ങളെ ജയിലിലടച്ചപ്പോൾ അവരെ അക്രമത്തിനിറക്കിവിട്ട ഉന്നത നേതാക്കൾക്കെതിരെ ഒരു നടപടിയില്ലെന്നും സൈബർ വിമർശനങ്ങളുണ്ട്. ED ഉദ്യോഗസ്ഥർക്കെതിരായ ആക്രമണം രാജ്യത്തിനെതിരായ ആക്രമണം എന്നാണ് കോടതിയുടെ നിരീക്ഷണം. ഇവരെ തിഹാർ ജയിലിൽ വരെ അടച്ചേക്കുമെന്ന അഭിപ്രായങ്ങൾ കൂടി സൈബർ സ്പേസിൽ നിന്ന് ഉയരുന്നുണ്ട്. പിടിയിലായവരുടെ പുറത്തിറങ്ങൽ അസാധ്യമായിരിക്കുമോ? അവരുടെ ഭാവി ഇല്ലാതായോ? നോക്കാം. രാഹുൽ, എന്താണ് തോന്നുന്നത്? ഈ കേസും ഈ കോടതി നടപടികളും കോടതി നിരീക്ഷണവും ഒക്കെ കാണുമ്പോൾ ഈ പ്രതികൾക്ക് ഇനി പുറത്തിറങ്ങൽ നടക്കാത്ത ഒരു കാര്യമായിരിക്കുമോ? അതങ്ങനെ ഒരു കാലത്തും ജാമ്യം കിട്ടാത്ത ഒരു ഗുരുതരമായ കുറ്റമാണോ? എനിക്കറിയില്ല. കേരളത്തിലാണ് ഈ കേസ് നടക്കുന്നത്. വധശ്രമത്തിനുള്ള കേസുള്ള ഒരുപാട് കേസുകളുണ്ട്. കേരളത്തിലാണ് ഈ കേസ് നടക്കുന്നത്. തിരുവനന്തപുരത്താണ്. അങ്ങനെ തീഹാർ ജയിലിൽ പോകുന്നത് എങ്ങനെയാണ്? കേന്ദ്ര ഏജൻസി അവിടെ വന്നു എന്നുകൊണ്ട് ഇവരെല്ലാം നേരെ തീഹാർ ജയിലിൽ കൊണ്ടുപോയി അടയ്ക്കാൻ പോകുന്നു. കേന്ദ്രം എന്തോ ഇന്ത്യയിൽ എവിടെ ഇല്ലാത്ത ഒരു നിയമം കേന്ദ്രത്തിന്റെ കയ്യിൽ പ്രത്യേകമായി ഉണ്ട്, അതുകൊണ്ട് തീരാൻ പോകുന്നു. ഇതൊക്കെ ആരാണ്? കുറെ വലതുപക്ഷക്കാർ കിടന്ന് ബഹളം വെക്കുന്നതാണ്. അതായത് ഈ കേസിൽ കേരള പോലീസിനെ വേണേൽ ആക്രമിക്കാം, മുഖ്യമന്ത്രി ആക്രമിക്കാം, പക്ഷേ കേന്ദ്ര ഏജൻസി ആക്രമിക്കുന്നത് അതെന്തോ ഒരു വലിയ സാധനമാണ്, അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും കൂടി ജയിലിൽ പോകാൻ പോകുന്നു. അങ്ങനെയല്ല. ആരെ ആക്രമിച്ചാലും ഒരേ കേസാണ്. പിന്നെ തൊഴിൽ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ളത് കുറച്ച് സീരിയസ് ആയിട്ടുള്ള വകുപ്പാണ്. ആ വകുപ്പിന്മേൽ ജാമ്യം കിട്ടാൻ കുറച്ച് പാടായിരിക്കും. പിന്നെ ഒരു നിയമ സംവിധാനത്തിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്താൻ ശ്രമിച്ചത് കോടതിയെയും പെട്ടെന്ന് പ്രൊവോക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നതാണ്, കർശന നടപടിയിലേക്ക് പോകാൻ പ്രേരിപ്പിക്കുകയൊക്കെ ചെയ്തേക്കാം. അതിനപ്പുറത്തേക്ക് ഈ കേസ് മാത്രം ഒരു തിഹാർ ജയിൽ കേസായിട്ടൊക്കെ കാണുന്നതിൽ എനിക്ക് പ്രശ്നം തോന്നുന്നുണ്ട്. ആ കേസിൽ നിയമപരമായിട്ട് തെറ്റാണ് അവർ ചെയ്തിട്ടുള്ളത്. അതിന്മേലുള്ള നടപടി നടക്കും. അവർക്ക് ജയിലിൽ പോകേണ്ടി വരും. ഒരു കാലത്തും പുറം ലോകം കാണാൻ കഴിയാത്തതുള്ള തെറ്റിയതെന്നൊക്കെ പറയുന്നത് എന്താണ്? CPM-ന്റെ ശത്രുക്കളായ മനുഷ്യർ, വലതുപക്ഷത്തിന്റെ ആഘോഷക്കാർ, സ്റ്റേറ്റിനെതിരെ നിങ്ങൾ സമരം ചെയ്യുന്നു, സ്റ്റേറ്റിനെ വിമർശിക്കുന്നു, സ്റ്റേറ്റ് ഏജൻസീസിനെതിരെ ശബ്ദം ഉയർത്തുന്നു, അങ്ങനെയാണെങ്കിൽ നിന്നെ ഒന്നും പുറലോകം കാണിക്കില്ല എന്ന് പറഞ്ഞ ഒരു തരം റൈറ്റ് വിങ് മൂഡാണ് അത്. പിന്നെ സമരം ചെയ്ത ആളുകളുടെ വീട് കുറച്ച് മോശം പരിസ്ഥിതിയിലുള്ളതാണ്. അങ്ങനെ നോക്കിയാൽ ഈ രാജ്യത്ത് അയാളുടെ മാത്രമല്ല, ലോകത്ത് ഒരുപാട് പേരുടെ വീട്, രാജ്യത്ത് ഒരുപാട് പേരുടെ, കേരളത്തിൽ ഒരുപാട് പേരുടെ വീട് മോശം പരിസ്ഥിതിയിലുള്ള ഒന്നാണ്. അപ്പോൾ നേതാക്കളെല്ലാവരും സുഖിച്ചു വാഴുകയാണ്. ഈ പ്രവർത്തകരാണ് ഇങ്ങനെ ദുഃഖത്തിലും പ്രയാസത്തിലും കഴിയുന്നതെന്ന് വെച്ചാൽ, അങ്ങനെ ദുഃഖത്തിലും പ്രയാസത്തിലുമുള്ള മോശം വീട്ടിലുള്ള ആളുകൾക്ക് രാഷ്ട്രീയം പാടില്ലേ? അവരെല്ലാവരും പണിക്ക് മാത്രമേ പോകാൻ പാടുള്ളൂ. എന്താണ് ആ ലോജിക്ക്? എന്താണ്? എൻ്റെ വീട് ഭയങ്കരമായ ദാരിദ്ര്യമുള്ള ഒന്നാണ്, ഞാൻ പണിക്ക് പോകുന്നുണ്ട്, എനിക്ക് അതിൻ്റെ കൂടെ രാഷ്ട്രീയവും വേണം, എനിക്ക് എൻ്റെ പാർട്ടിക്ക് വേണ്ടി ഞാൻ ചിലപ്പോൾ സമരം ചെയ്തെന്ന് വരും, തല്ലുകൊണ്ടുവന്ന് വരും, അതിൻ്റെ പേര് ജയിലിൽ പോകേണ്ടി വരും. അപ്പം പാടില്ല.
അപ്പോൾ എൻ്റെ വീട് മോശം കാലാവസ്ഥയിലുള്ളതായതുകൊണ്ട് ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിക്ക് മാത്രമേ പോകാൻ പാടുള്ളൂ, എനിക്ക് രാഷ്ട്രീയ പ്രവർത്തനവും സമരങ്ങളും പാടില്ല എന്ന് വിധിക്കുന്നതിൻ്റെ യുക്തി എന്താണ്? പിന്നെ കുറേ പേർ നേതാക്കളായി ജനിച്ചവർ, ബാക്കിയുള്ളവർ ആ യുക്തി എന്താണ്? ഈ പറയുന്ന വി ശിവൻകുട്ടി ആയാലും കേരളത്തിലെ പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും തന്നെ ഏറ്റവും താഴെ തട്ടിൽ വന്നവരാണ്. പിണറായി വിജയൻ അടിയന്തരാവസ്ഥക്കാലത്തടക്കം മാരകമായിട്ടുള്ള പോലീസ് മർദ്ദനം ഏറ്റിട്ട് ഇപ്പോഴും മര്യാദയ്ക്ക് നടക്കാൻ കഴിയാത്ത ആളാണ്. അയാൾ തന്നെ മുകളിൽ നിന്ന് പൊട്ടി വീണ ആളാണ്. ഇപ്പോൾ ഇവിടെ SFIയുടെയും DYFIയുടെയും സ്ഥലപ്പത്തിരിക്കുന്ന ആളുകൾ, പിന്നീട് അതിൻ്റെ പേരിൽ MLA പദവിയും MP പദവിയും കിട്ടിയ ആളുകൾ, മന്ത്രി പദവി കിട്ടിയവർ, അവരെല്ലാവരും നേരത്തെ പൊട്ടിമുളച്ച് വന്നാണോ? അല്ലല്ലോ. അവർക്കെല്ലാവർക്കും എന്തെങ്കിലും നേതാവിൻ്റെ മകനായതുകൊണ്ട് കിട്ടിയ സീറ്റാണോ? അല്ലല്ലോ. അവരെല്ലാവരും പണിയെടുത്ത് വന്നവരാണ്. ഈ വക തല്ല എല്ലാവരും പിണറായി വിജയൻ മുതൽ ഈ ക്യാബിനറ്റിൽ ഉണ്ടായിരുന്ന, മുമ്പത്തെ ക്യാബിനറ്റിലുണ്ടായിരുന്ന മുഴുവൻ പേരും തല്ലുകൊണ്ടവരാണ്, തെരുവിൽ കിടന്നവരാണ്, മോശം ജീവിത സാഹചര്യത്തിൽ നിന്ന് വന്നവരാണ്, ഇപ്പോഴും മോശം ജീവിത സാഹചര്യത്തിൽ ജീവിക്കുന്നവരുണ്ട്. മന്ത്രിയായിരുന്ന ഇപ്പോൾ MP ആയിട്ടുള്ള ആലത്തൂരിലെ MP കെ രാധാകൃഷ്ണൻ, അദ്ദേഹം ഇപ്പോഴും പരിമിതമായ സാഹചര്യത്തിൽ ജീവിക്കുന്ന ആളും പരിമിതമായ സാഹചര്യത്തിൽ നിന്ന് വന്ന ആൾക്കാരുമാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി സ്വത്തുണ്ടാക്കിയതിനെ കുറിച്ചൊക്കെയുള്ള ഡിസ്കഷൻ വേറെ ആകാമെങ്കിലും ചില ആളുകൾ ഇങ്ങനെ ബുദ്ധിമുട്ടി ജീവിക്കുന്നു. അവരുടെ നേതാക്കൾ എപ്പോഴും ദന്തഗോപുരത്തിൽ. അങ്ങനെയല്ല. പണിയെടുത്ത എല്ലാ ആൾക്കാരും, ഇപ്പോൾ CPIഎമ്മിൻ്റെ കാര്യം ഞാൻ പറയാം. CPIM അതിനകത്ത് പണിയെടുക്കുകയും സംഘടനയെ വളർത്തുകയും സമരം ചെയ്യുകയും തല്ലുകൊള്ളുകയും ചെയ്ത ആളുകൾ എല്ലാവരും റിവാർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആർക്കാണ് പദവികൾ കിട്ടാത്തത്? ആർക്കാണ് പാർട്ടി റിവാർഡ് ചെയ്യാത്തത്? അങ്ങനെ ഏറ്റവും നന്നായി സ്ട്രഗിൾ ചെയ്ത ആളുകളെ റിവാർഡ് ചെയ്തിട്ടുള്ള പാർട്ടി കൂടിയാണ് CPIM. അത് ചെയ്യപ്പെടാത്ത ആൾക്കാർ കൂടുതൽ മറ്റു പാർട്ടികളായിരിക്കുന്ന എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ യുക്തിയിൽ ഒരു കാര്യവുമില്ല. അയാൾ പാവപ്പെട്ട ആളുകളുടെ എല്ലാവരുടെയും ജീവിത നിലവാരം മെച്ചപ്പെടുത്തേണ്ടതാണ്, അതിന് ഭരണകൂടം പണിയെടുക്കേണ്ടതാണ്. അത് വേറെ കാര്യം. അല്ലാതെ ദരിദ്രൻ സമരം ചെയ്യാൻ പോവേണ്ടവനല്ല. ദരിദ്രൻ പണിക്ക് മാത്രമേ പോകാൻ പാടുള്ളൂ. ദരിദ്രന് രാഷ്ട്രീയം പാടില്ല. ദരിദ്രൻ അവൻ്റെ പാർട്ടിയോട് കൂറ് പാടില്ല എന്ന് വിചാരിക്കുന്നതിൽ പ്രശ്നമുണ്ട്. പിന്നെ ഇന്നത്തെ ഒരു കാര്യമുള്ളത്, അവർ വീട്ടിൽ പോകുമ്പോൾ വീട് മോശമാണെങ്കിൽ ആ വീട് നന്നാക്കാനും എല്ലാവരുടെയും തുല്യത ഉറപ്പാക്കാനും ബെറ്റർ ലൈഫ് അന്തരീക്ഷം ഉണ്ടാക്കാനും ഒക്കെ ഉള്ള കോൺട്രിബ്യൂഷൻസ് പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൻ്റെയും സർക്കാരുകളുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടതാണ്. ഇപ്പോൾ ആ മോശം വീട് നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ സർക്കാർ, കഴിഞ്ഞ സർക്കാർ ചെയ്തില്ല എന്നൊക്കെ പറയല്ലോ. ഇപ്പോൾ VD സതീശനാണ് സർക്കാർ. ആ വീട് നന്നാക്കാൻ ആവശ്യമായിട്ടുള്ള പണി എന്താണോ VD സതീശൻ സർക്കാർ ചെയ്ത് കൊടുക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്തമാണ്, നേതാക്കളുടെ ഉത്തരവാദിത്തമാണെങ്കിൽ. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി ഒരു അപ്പൊളിറ്റിക്കൽ ഡിസ്കഷനാണ് ഇതിൻ്റെ മേലെ നടക്കുന്നത്. അതായത് കേന്ദ്ര ഏജൻസിയെയും സർക്കാരിനെയും നിങ്ങൾ വിമർശിക്കുകയോ അവർക്കെതിരെ സമരം ചെയ്യുകയോ ആ സമരം ഒരു സംഘർഷാവന്തരത്തിലേക്ക് കടന്നു പോയി കഴിഞ്ഞാൽ തീർന്നു നിങ്ങളുടെ ലൈഫ്. നിങ്ങൾ രാജ്യദ്രോഹികളായി മാറിക്കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് തീഹാർ ജയിലില്ലാതെ വേറെ ഓപ്ഷനില്ല. കേരളത്തിൽ ജയിലുണ്ട്, കേരളത്തിലുണ്ട് നിയമം, സെയിം നിയമം എല്ലായിടത്തും ഉള്ളത്. അപ്പോൾ ആ ആഘോഷം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ റൈറ്റ് വിങ്ങിൻ്റെ ആഘോഷമാണ്. രണ്ടാമത്തേതും റൈറ്റ് വിങ്ങിൻ്റെ തിയറിയാണ്. EPMൽ ഇപ്പോൾ നേതാക്കന്മാരായിട്ടുള്ള ആൾക്കാർ ഇതുപോലുള്ള പശ്ചാത്തലത്തിൽ നിന്ന് വന്നവരാണ്. ദരിദ്രർക്കും രാഷ്ട്രീയം കൊണ്ടു നടക്കാനുള്ള അവകാശമുണ്ട്. അതിനെ നിങ്ങൾ കയറി ഈ പറഞ്ഞ സിദ്ധാന്തം കൊണ്ട് ഫേസ്ബുക്കിൽ നിന്ന് റദ്ദ് ചെയ്യരുത്. ശരി. അപ്പോൾ നൗഫൽ നോക്കൂ, ഇതിനു മുൻപും ഇതുപോലെയുള്ള സമാനമായ ആക്രമണങ്ങൾ, പ്രതിഷേധങ്ങൾ, അതിനിടയിലുള്ള സംഘർഷമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത് മാത്രം കുറച്ചധികം എക്സാജറേറ്റ് ചെയ്ത് പോകുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. അല്ല, അതിലിപ്പം റാവു പറഞ്ഞതിനൊരു വലിയ ഭാഗം ഞാൻ യോജിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ വന്നിരിക്കുന്ന വാർത്ത, സർവകലാശാല ക്യാമ്പസുകളിൽ രാഷ്ട്രീയം അവസാനിപ്പിക്കണമെന്ന് ഗവർണർ എന്നുള്ള പുതിയ വാർത്ത വന്നിരിക്കുന്നത്. അതായത് ഈ അരാഷ്ട്രീയവാദം വലിയ രീതിയിൽ കൊടികുത്തി വാഴുന്ന ഒരു സമയത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. ആ സമയത്ത് ഇത്തരം സമരങ്ങൾ നടക്കുന്നു എന്നുള്ളത് ആശ്വാസകരമാണ്. സമരം നടത്തേണ്ടടുത്ത് സമരം നടത്തുക തന്നെ വേണം, അതിലൊരു തർക്കവുമില്ല. അത് കേന്ദ്ര ഏജൻസികൾ ചെയ്യും. നമുക്ക് EDയെക്കുറിച്ച് നമുക്കറിയാമല്ലോ. EDയുടെ അവരെടുക്കുന്ന കേസുകളിൽ കൺവിക്ഷൻ റേറ്റ് ഒക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാമല്ലോ. 5000 കേസ് എടുത്തതിൽ വേഗം 5-6 കേസുകൾ മാത്രമാണ് ശിക്ഷിക്കപ്പെട്ടത് എന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ ED എന്തിനാണ് കേസെടുക്കുന്നത്, ആർക്ക് വേണ്ടിയാണ് കേസെടുക്കുന്നത് എന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ സമരം അത്യന്താപേക്ഷിതമായ സ്ഥലത്ത് സമരം നടത്തണം. പക്ഷേ കഴിഞ്ഞ ദിവസം സമരം നടന്നത് എവിടെയാണ്? പിണറായി വിജയൻ്റെ വീടിന് മുന്നിലാണ്. എന്തിനാണ് പിണറായി വിജയൻ്റെ വീടിന് മുന്നിൽ സമരം നടത്തിയത്? പിണറായി വിജയനെതിരെ എന്തോ നടക്കുന്നു എന്ന് ആരോപിച്ചുകൊണ്ടാണ് സമരം. പിണറായി വിജയനെ പേടിപ്പിക്കുന്നു, പിണറായി വിജയനെ അപായപ്പെടുത്താൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് സമരം നടത്തിയത്. അങ്ങനെയാണോ ഉണ്ടായത്? അങ്ങനെയല്ല ഉണ്ടായത്. അങ്ങനെയല്ല എന്ന് ആര് പറഞ്ഞു? പിണറായി വിജയൻ തന്നെ പറഞ്ഞു. പിണറായി വിജയൻ അതിനുശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു, എന്നോടൊന്നും ചോദിച്ചിട്ടില്ല, എനിക്കൊന്നും അറിയില്ല എന്നുള്ള രൂപത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. എല്ലാം വീണയോട് ചോദിച്ചു, വീണയുടെ അക്കൗണ്ട് മരവിപ്പിച്ചു എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അതായത് ED അന്ന് നടത്തിയ റെയ്ഡ് വീണയുമായി ബന്ധപ്പെട്ടുള്ള റെയ്ഡായിരുന്നു. ED അന്ന് നടത്തിയ പരിശോധന വീണയുമായി ബന്ധപ്പെട്ടുള്ളായിരുന്നു. ED അന്ന് ചോദ്യം ചെയ്തത് വീണയെ മാത്രമായിരുന്നു. അതായത് എക്സാലോജിക് കേസിൽ വീണയെ ചോദ്യം ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത EDക്കുണ്ടായിരുന്നു. EDയുടെ വിശ്വാസ്യതയെ നമ്മളാരും വിശ്വസിക്കുന്നില്ല എന്ന് തന്നെ വെച്ചോളൂ. പക്ഷേ ED ഒരു കേസ് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായും അതിൽ നടക്കുന്ന നടപടിയാണ് അതുമായി ബന്ധപ്പെട്ട പ്രതികളെ ചോദ്യം ചെയ്യുക, അതുമായി ബന്ധപ്പെട്ട പ്രതികളുടെ ഇടങ്ങൾ സെർച്ച് ചെയ്യുക എന്ന് തുടങ്ങിയ കാര്യങ്ങളെല്ലാം. പക്ഷേ അത് പിണറായി വിജയനെയാണ് ED കൊടുക്കാൻ ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആ സമരം നടത്തിയത്. സമരം നടത്തുക മാത്രമല്ലല്ലോ ചെയ്തത്, സമരത്തിനിടെ അക്രമങ്ങളുണ്ടായല്ലോ.
ഇപ്പം നേരത്തെ പറഞ്ഞു, റാവു തന്നെ പറഞ്ഞു, ഇത് തിഹാർ ജയിലിൽ പോയി കിടക്കേണ്ട കേസൊന്നുമല്ല. പക്ഷേ ഇത് വളരെ ഗുരുതരമായ കേസാണ്. വധശ്രമത്തിനാണ് കേസെടുത്തിരിക്കുന്നത്. കേന്ദ്ര ഏജൻസി ഉദ്യോഗസ്ഥരെ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെ അവരുടെ ജോലി തടസ്സപ്പെടുത്തുകയാണ് ചെയ്തിരിക്കുന്നത്. PDPP ആക്ട് വരും, പൊതുമുതൽ നശിപ്പിച്ച ആക്ട് വരും. ആ ആക്ട് ഈ കാറ് നശിപ്പിച്ചതിന്, അവരുടെ ഉപകരണങ്ങൾ നശിപ്പിച്ചതിനൊക്കെ കേസുണ്ടാവും. അതൊക്കെ ആ ശിക്ഷയൊക്കെ ഇവർ അനുഭവിക്കണം. എന്തിനു വേണ്ടി? വീണയ്ക്കെതിരെ നടന്ന ഒരു അന്വേഷണത്തിൽ പിണറായി വിജയനെതിരെയാണ് അന്വേഷണം എന്ന് പറഞ്ഞുകൊണ്ട് ആണ് ഈ സമരം നടത്തിയത്. അപ്പോൾ ഈ സമരം എന്ന് പറയുന്നത് എന്തിനു വേണ്ടി എന്നുള്ളത് വളരെ പ്രസക്തമാണ്. ഏത് സമരവും, സമരത്തെ നമ്മൾ അനുകൂലിക്കാം, പക്ഷേ സമരം എന്തിനു വേണ്ടി എന്നുള്ളതും അവിടെ ചോദ്യം ചെയ്യപ്പെടേണ്ടതുണ്ട്. ഈ സമരം അനാവശ്യമായൊരു സമരമായിരുന്നു. കാരണം ഇത് പിണറായി വിജയനെതിരെ ഉണ്ടായ ഒരു നീക്കമായിരുന്നില്ല, ഒരു രാഷ്ട്രീയമായ നീക്കമായിരുന്നു നമുക്ക് പറയാനാവില്ല. നേരെ മറിച്ച് വീണയ്ക്കെതിരെ അല്ലെങ്കിൽ വീണയുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിൽ നടന്ന ഒരു റെയ്ഡാണിത്. അതുകൊണ്ട് തന്നെ ഈ സമരം ഇത്തരത്തിൽ വേണമായിരുന്നു എന്നുള്ളത് പിന്നീട് ഒരു പക്ഷേ ഈ പ്രവർത്തകർ തന്നെ ചിന്തിക്കുന്നുണ്ടാകാം എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി ശരി അജിൻസ്, അപ്പോൾ ED ഉദ്യോഗസ്ഥരെ ഒന്ന് ആക്രമിച്ച് അവരുടെ ജോലി തടസ്സപ്പെടുത്തിയെന്നത് ജീവപര്യന്തം ശിക്ഷിക്കാനും എന്നേക്കുമായി ജയിലടക്കാനും ഒക്കെയുള്ളൊരു വകുപ്പാണോ? ED ഉദ്യോഗസ്ഥർ ചെയ്യുന്നത് ജോലിയാണോ എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ. അവർ എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ? ഞാൻ കഴിഞ്ഞ 10 വർഷമായിട്ട് ED എന്തെങ്കിലും ജോലി ചെയ്യുന്നതായിട്ട് ഞാൻ കാണുന്നത്. എന്തോരം കേസെടുത്തിരിക്കുന്നു? അത് കേസാണ്. അവരുടെ കൺവിക്ഷൻ റേറ്റ് എത്രയാണ്? അവരെടുത്ത കേസ് എത്രയാണ് കോടതിയിൽ നിലനിന്നിട്ടുണ്ട്? എത്ര പേര് ശിക്ഷിച്ചിട്ടുണ്ട്? ഇപ്പോൾ P ചിദംബരത്തെ തൂക്കി എടുത്തുകൊണ്ട് പോയി ജയിലിട്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കേസ് എന്തെങ്കിലും ആയോ? അപ്പോൾ ED ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ജോലിയാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. അവർ ചെയ്യുന്നത് അവരൊരു രാഷ്ട്രീയ ആയുധമാണ് കേന്ദ്ര സർക്കാരിൻ്റെ. അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വീണയുടെ കേസിൽ വീണ മാസപ്പടി കൈപ്പറ്റിയോ? അതൊരു ഒരു അഴിമതിയുടെ ആംഗിളിൽ അന്വേഷണം നടത്തേണ്ട ഒരു കേസാണ്. അഴിമതിയാണ് നടന്നിട്ടുള്ളതെങ്കിൽ. കാരണം SFIയുടെ കുറ്റപത്രം അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടിൽ പറയുന്നത് കൃത്യമായ സേവനം നൽകാതെ പണം കൈപ്പറ്റി, മുഖ്യമന്ത്രിയുടെ മകളായിരിക്കും അങ്ങനെ പണം കൈപ്പറ്റുന്നതിൽ അനധികൃതമായ സ്വത്ത് സമ്പാദനത്തിൻ്റെ ഒരു ആംഗിൾ ഉണ്ട് എന്നാണ് അതിൽ ചൂണ്ടിക്കാട്ടുന്നത്. എങ്കിൽ അഴിമതി കേസാണ് അന്വേഷിക്കേണ്ടത്. CBI അന്വേഷിക്കട്ടെ, അല്ലെങ്കിൽ കേരളത്തിൽ വിജിലൻസ് അന്വേഷിക്കട്ടെ. EDക്ക് ഇതിലെന്താണ് കാര്യം എന്നതാണ് എൻ്റെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ. ഇന്ന് CMRൽ ഒരു ഹർജി കൊടുത്തിട്ടുണ്ട് കോടതിയിൽ. ED ഒരു FIR ഇല്ലാതെയാണ് ഈ റെയ്ഡ് നടത്താൻ തുടങ്ങുന്നത്. അത് ശരിയാണ്. കാരണം EDക്ക് ഒരു കേസെടുക്കണമെങ്കിൽ ഏതെങ്കിലും IPC CRPC പ്രകാരമുള്ള ഏതെങ്കിലും FIR വേണം. ആ FIRന് മുകളിലാണ് ED അന്വേഷണം നടത്തേണ്ടത്. ED ഇപ്പോൾ അന്വേഷണം നടത്തുന്നത് എന്തിൻ്റെ മുകളിലാണ്? SFIO എന്ന് പറയുന്ന സാമ്പത്തിക കുറ്റങ്ങൾ അന്വേഷിക്കുന്ന കേന്ദ്ര സർക്കാർ ഏജൻസി കൊടുത്തിട്ടുള്ള ഒരു അന്വേഷണ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ്. അന്വേഷണ റിപ്പോർട്ട് പ്രകാരം ഏതെങ്കിലും IPC വകുപ്പ് പ്രകാരം വീണ വിജയൻ കുറ്റവാളിയാണ് ആയിരിക്കാം. അതിൻ്റെ അഴിമതി ആംഗിൾ ഒരു 6 മാസം മുതൽ 3-4-5 വർഷം വരെയൊക്കെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളുണ്ടാകും. പക്ഷെ അതിൽ FIR വേണ്ടേ? ആ FIRന്റെ പുറത്ത് വേണ്ടേ? അതാണ് അവർ ചോദ്യം ചെയ്തത്. അപ്പോൾ അതിൽ ഈ വെള്ളിയാഴ്ച വരെ നടപടികൾ തടഞ്ഞിരിക്കുകയാണ് ഹൈക്കോടതി. ഇപ്പോൾ വെള്ളിയാഴ്ച ആ വാദത്തിൽ ഹൈക്കോടതി വിധി പറയും. ഒരു പക്ഷേ ED അന്വേഷണം തുടർന്നോട്ടെന്നായിരിക്കും വിധി. പക്ഷെ അവിടെ ഒരു ക്വസ്റ്റ്യൻ നിലനിൽക്കുകയാണ്. EDക്ക് എന്താണ് ഇത്ര ധൃതി ഇത്തരം കാര്യങ്ങൾ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ആ ധൃതിയാണ് പ്രശ്നം. അപ്പോൾ അതിനെ രാഷ്ട്രീയമായി നേരിടാൻ CPM തീരുമാനിക്കുന്നു. രാഷ്ട്രീയമായി നേരിടാൻ തീരുമാനിക്കുമ്പോൾ CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആഹ്വാനം ചെയ്ത പ്രകാരമാണ് അവിടെ ആളുകൾ വന്നത്. അവിടെ സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളും ദരിദ്രരാണ് എന്നൊരു പെർസെപ്ഷൻ ശരിയല്ല. ഇപ്പോൾ IP ബിനു ചീമോട്ടെ എറിഞ്ഞ കേസിൽ അദ്ദേഹത്തിൻ്റെ വീടൊന്നും അത്ര മോശം വീടൊന്നുമല്ല. സ്വന്തമായിട്ട് നല്ല വാഹനമൊക്കെ ഉള്ള ആളാണ്. വീട്ടിൽ വലിയ വളർത്തുപട്ടിയുണ്ട്. അത്യാവശ്യം സമ്പന്നനായ ആളാണ്. അദ്ദേഹം ജയിലിൽ കിടക്കും ഇപ്പോൾ വധശ്രമ കേസിൽ. അപ്പോൾ എല്ലാവരും ദരിദ്രരാണെന്നൊരു പെർസെപ്ഷൻ ശരിയല്ല. 1. 2, അത് ഈ CPMന് മാത്രം ബാധകമായ വിഷയമല്ലല്ലോ. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിനെതിരെ പ്രതിഷേധിക്കാൻ യൂത്ത് കോൺഗ്രസ് തീരുമാനിക്കുന്നു. അതിന് ആഹ്വാനം ചെയ്ത VD സതീശൻ്റെ വീടാണോ അടികൊണ്ട് തലപൊട്ടിയ AD തോമസിൻ്റെ വീട്? വ്യത്യാസമുണ്ടോ? സ്വാഭാവികമാണ്. അത് CPMന് മാത്രം ബാധകമായ ഒരു നിയമമാണ്. നേതാക്കളൊക്കെ ദരിദ്രരായിരിക്കണം, അണികൾ സമ്പന്നരായിക്കോട്ടെ. അങ്ങനെയുണ്ടോ? അപ്പോൾ ഇത് ഈ സന്ദേശം സിനിമയിലൂടെ ശ്രീനിവാസൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ളൊരു മൈൻഡ് സെറ്റാണത്. ആ മൈൻഡ് സെറ്റ് കേരളത്തിൽ നിന്ന് വിട്ടുപോയിട്ടില്ല. കുറഞ്ഞ പക്ഷം കേരളത്തിലെ വലതുപക്ഷ രാഷ്ട്രീയ ബോധമുള്ള ആളുകളിൽ നിന്ന് വിട്ടുപോയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഞാൻ പറയുന്നത് EDയെ ഇന്ത്യയിൽ എവിടെയും രാഷ്ട്രീയമായി പ്രതിരോധിക്കുക എന്നുള്ള ഇന്ത്യൻ പൗരന്മാരുടെ ബാധ്യതയായ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതിനർത്ഥം ED ഉദ്യോഗസ്ഥരെയൊക്കെ ആക്രമിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. രാഷ്ട്രീയ പ്രതിരോധം ഉയർത്തുക. ആ സമരരീതി എങ്ങനെയാണെന്നുള്ളത് അത് പാർട്ടികൾക്കും അത് വ്യക്തികൾക്കും തീരുമാനിക്കാം. ആ രാഷ്ട്രീയ പ്രതിരോധം അനിവാര്യമായ സമയമാണ്. ശരി ശരി എന്തായാലും ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ചെന്ന പേരിൽ പ്രതികൾക്ക് തിഹാർ ജയിലിലൊക്കെ കിടക്കേണ്ടി വരുമെന്നൊക്കെ പറയുന്നത് വെറും കോമഡിയാണെന്ന് പറയേണ്ടി വരും. പിന്നെ പാവപ്പെട്ടവർക്കൊന്നും രാഷ്ട്രീയം പാടില്ല, അല്ലെങ്കിൽ പ്രതിഷേധത്തിന് ഇറങ്ങരുത്, പാർട്ടി പരിപാടികൾക്ക് പോകരുതെന്ന് പറയുന്നത് തീർത്തും അരാഷ്ട്രീയമായ ഒരു പ്രസ്താവനയാണ്. അപ്പോൾ LDF സർക്കാരിന്റെ കാലത്ത് ഏറ്റവും കൂടുതൽ ചർച്ചയായതും പ്രതിഷേധത്തിനിടയാക്കിയതുമായിരുന്നു സിൽവർ ലൈൻ പദ്ധതി. ചില തെരഞ്ഞെടുപ്പുകളിൽ തോൽവിയുടെ കാരണമായി പോലും പദ്ധതിയെ വിലയിരുത്തുന്നുണ്ട്. സ്വന്തം വസ്തുവിൽ സ്ഥാപിക്കപ്പെട്ട മഞ്ഞക്കുറ്റികൾ ഉടമകൾക്ക് തീരാ തലവേദനയും വെല്ലുവിളിയുമായിരുന്നു. ഒടുവിൽ UD
സർക്കാർ അധികാരമേറ്റ ഉടനെ സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കി. അന്ന് പ്രതിഷേധത്തിന് മുന്നിൽ നിന്ന വി.ഡി. സതീശൻ പക്ഷേ ഇപ്പോൾ കേരളത്തിന് ഒരു അതിവേഗ പാത വേണമെന്ന നിലപാടിലാണ്. ഇ. ശ്രീധരനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. ഇ. ശ്രീധരൻ സമർപ്പിച്ച ബദൽ പാത പദ്ധതിയോട് അനുകൂലമായാണ് സതീശൻ പ്രതികരിക്കുകയും ചെയ്തിട്ടുള്ളത്. പക്ഷേ ഉടനെ തീരുമാനം വേണ്ടെന്നാണ് നിലപാട് പോലും. യു.ഡി. സർക്കാരിന്റെ അതിവേഗ പാതയോട് എന്താകും പ്രതിപക്ഷത്തിന്റെയും ജനങ്ങളുടെയും പ്രതികരണം? കേരളത്തിൽ ഒരു കേരയിൽ പോട്ടെ, അതിവേഗ പാത വരുമോ നോക്കാം. അജൻസിന് എന്ത് തോന്നുന്നു? ഇപ്പോഴുണ്ടായ ഈ അതിവേഗ പാതയിലുള്ള ചർച്ച, അതിൽ എന്തായിരിക്കും യു.ഡി. സർക്കാരിന്റെ വി.ഡി. സതീശന്റെ ഒരു തീരുമാനം വരാൻ പോകുന്നത്? സിൽവർ ലൈൻ വരും കേട്ടോ എന്ന് പറഞ്ഞത് കഴിഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. മുൻ മുഖ്യമന്ത്രി കേരളയിൽ വരും കേട്ടോ, വരും. അത് അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം കൊണ്ടുവന്നില്ല, വേറെ ആരും കൊണ്ടുവരും. കാരണം ഒരു അതിവേഗ പാത കേരളത്തിന് അത്യാവശ്യമാണ്, അനിവാര്യമാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ UDF എന്തുകൊണ്ട് ഈ പദ്ധതി എതിർത്തു എന്ന് ചോദിച്ചാൽ, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഔട്ട് ഓഫ് ഫോക്കസിൽ മുമ്പ് പറഞ്ഞത് ഇത് UDF കൊണ്ടുവരും, UDF അധികാരത്തിൽ വന്നാലാണ്. കാരണം ഇത്തരം വലിയ പദ്ധതികൾ UDFന്റെ തന്നെ ഒരു ഷോക്കേസ് പ്രൊജക്ട്സ് ആണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ വല്ലാർപാടം, കൊച്ചി മെട്രോ, വിഴിഞ്ഞം, ഇതെല്ലാം UDF ആണ് കൊണ്ടുവരുന്നത്. അപ്പോൾ UDFന് വലിയ പ്രൊജക്ടുകളോട് വലിയ താല്പര്യമുണ്ട്. അപ്പോൾ ഈ സർക്കാർ, കഴിഞ്ഞ LDF സർക്കാർ കൊണ്ടുവന്നപ്പോൾ UDF എതിർത്ത് എന്തിനാണെന്ന് വെച്ചാൽ, എതിർപ്പ് ആദ്യം UDFന്റെ ഭാഗത്ത് നിന്നല്ല വന്നത്, അത് ഭൂവുടമകളുടെ ഭാഗത്തു നിന്നാണ്. ഭൂവുടമകളെ സംബന്ധിച്ചുള്ള പ്രശ്നം എന്താണ്? ഒരു കൃത്യമായ DPR ഇല്ലാത്തൊരു പദ്ധതിക്ക് വേണ്ടി ആദ്യം തന്നെ സർവേ നടത്തുകയാണ്. അതായത് വണ്ടിക്ക് എന്താണ് പറയുക, കുതിരയ്ക്ക് മുമ്പേ വണ്ടി കെട്ടി വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്തോടി ഉണ്ടായത് സംബന്ധിച്ച് അവർക്ക് ക്രയവിക്രയം അസാധ്യമായി. ഈ മഞ്ഞക്കുറ്റികൾ കാരണം വീടിൻ്റെ അടുക്കളയിൽ വരെ മഞ്ഞക്കുറ്റി കാരണം വീട് പണയം വയ്ക്കാനോ സ്ഥലം പണയം വയ്ക്കാനോ വിൽക്കാനോ ക്രയവിക്രയം ചെയ്യാനൊന്നും പറ്റില്ല. അത് സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടാണ്. അതിന് അവ്യക്തമായൊരു പദ്ധതിക്ക് ആദ്യം തന്നെ സ്ഥലം ഏറ്റെടുപ്പ് തോന്നുവാണ്. സ്ഥലം ഏറ്റെടുക്കുന്നത് എന്തിനാണ്? നിങ്ങൾ DPR അംഗീകരിക്കാതെ ഒരു പദ്ധതിക്ക് അംഗീകാരം ലഭിക്കാതെ എന്തിന് സ്ഥലം ഏറ്റെടുക്കുന്ന ചോദ്യത്തിന് അന്ന് പറഞ്ഞത്, അന്ന് മറുപടിയില്ല. അപ്പോൾ അതിൻ്റെ ഒരു ലക്ഷ്യം എന്താണ്? വായ്പ കിട്ടാൻ വേണ്ടി ആയിരിക്കാം, ഞങ്ങൾ പദ്ധതി തുടങ്ങി വെച്ചതെന്ന് കാണാൻ വേണ്ടിയായിരിക്കാം. അവിടെ ജനങ്ങളിൽ നിന്ന് ഉയർന്നുവന്ന എതിർപ്പിനെ UDF ക്യാപിറ്റലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. UDF ഒരു പഠന സമിതി വെച്ചു. ആ പഠന സമിതി ഇതിനെ എതിർക്കാൻ തീരുമാനിച്ചു. അതിന് അവർ ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങളൊന്ന് പാരിസ്ഥിതിക പ്രശ്നം, പിന്നെ ഇതിൻ്റെ വയബിലിറ്റി, പിന്നെ ഈ ഭൂവുടമകളുടെ പ്രശ്നം, ഇത്തരം പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് അതിനെ എതിർത്തത്. അപ്പോൾ അന്ന് ഇ. ശ്രീധരൻ്റെ പദ്ധതിയല്ല സർക്കാർ മുന്നോട്ട് വെച്ചത്, സർക്കാരിൻ്റെതായ പദ്ധതിയാണ്. ഇപ്പോൾ എന്ത് ചെയ്യുന്നു? UDF അധികാരത്തിൽ വരുമ്പോൾ അവർ ഇ. ശ്രീധരൻ്റെ പദ്ധതിയെ ആശ്രയിക്കുന്നു. പദ്ധതിയിൽ ഇതിന് പാരിസ്ഥിതിക പ്രശ്നങ്ങളില്ലേ? ഇപ്പം വയാഡക്റ്റിലാണ് ഈ പദ്ധതി വരുന്നത് പറയുന്നു. വയഡിന് തൂണിന് മുകളിലൂടെയാണ് പോകുന്നത്. അപ്പോൾ ഈ വെള്ളക്കെട്ട് പോലുള്ള പ്രശ്നങ്ങൾ ഒഴിവാകും എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഇതിൻ്റെ ചെലവ് എത്രയാണ്? 60,000 കോടി എന്നൊക്കെ ശ്രീധരൻ പറയുന്നതാണ്. 60,000 കോടിയിൽ നിൽക്കില്ല. 1 ലക്ഷത്തിന് മുകളിൽ എന്തായാലും പോകും. 1 ലക്ഷം ചിലപ്പോൾ 2 ലക്ഷം വരെ അയക്കാം. പണം ധാരാളം ആവശ്യമുള്ള ഒരു പദ്ധതിയാണ്. പിന്നെ ഇതിൻ്റെ ചെലവുകൾ, ഇതിന് എത്ര പേർക്ക് അഫോർഡബിൾ ആണ് എന്നുള്ളൊരു പ്രശ്നം കൂടിയുണ്ട്. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾക്കൊക്കെ UDF മറുപടി പറയേണ്ടി വരും. UDF യഥാർത്ഥത്തിൽ സിൽവർ ലൈൻ എതിർത്തതിൻ്റെ കാരണം അതൊന്നുമല്ല. കാരണം അത്രയും 1 ലക്ഷം കോടിയുടെ പദ്ധതി വരിക എന്ന് പറഞ്ഞാൽ അതിനൊരു കമ്മീഷനുണ്ട്. ആ കമ്മീഷൻ അന്നത്തെ സർക്കാരിനെ നയിക്കുന്ന പാർട്ടിക്ക് കിട്ടി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും UDFന് അധികാരത്തിൽ തിരിച്ചു വരാൻ കഴിയില്ല എന്ന് ഭയന്നാണ് അവരത് എതിർത്ത്. അവരിത് നടപ്പാക്കുക തന്നെ ചെയ്യും. UDF ഇത് കൃത്യമായി നടപ്പാക്കുക തന്നെ ചെയ്യും. അപ്പോൾ UDFന് അത് കിട്ടുകയും ചെയ്യും. എന്താ സംശയം? നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഇത് അങ്ങനെ കമ്മീഷനൊന്നുമില്ല, കിക്ക് ബാക്സ് ഒന്നും ഇല്ലാത്ത പദ്ധതിയാണെന്ന് വിചാരിക്കുന്നുണ്ട്? 1 ലക്ഷം കോടിയുടെ പദ്ധതിയാണെങ്കിൽ ഏത് സർക്കാരാണെങ്കിലും കിക്ക് ബാക്ക് വാങ്ങും. സമീപകാലത്ത് കേരളത്തിൽ വരാവുന്ന ഏറ്റവും വലിയ പദ്ധതിയാണ്. ഇനി ഇങ്ങനെയൊന്നും വരാനില്ല. അപ്പോൾ ആർക്കും അതിന്റെ കിക്ക് ബാക്ക് കിട്ടും. ആ കിക്ക് ബാക്ക് അത് കൊണ്ടുവരിക അത്ര എളുപ്പമാണോ UDF സർക്കാരിന്? അതാണ് അല്ല, അത് കൊണ്ടുവരും തന്നെ ചെയ്യും. അവർ ഭൂമി ഏറ്റെടുക്കും. ഒരു കാരണം പ്രതിഷേധിക്കുന്ന ആരാണ്? CPM ആണ്. CPM എങ്ങനെ പ്രതിഷേധിക്കും? CPM പറയാൻ പറ്റുമോ ഈ ശ്രീധരന്റെ പദ്ധതി നിങ്ങൾ അംഗീകരിക്കാൻ പാടില്ല? കൊച്ചി മെട്രോ നടപ്പാക്കാൻ നേരത്തെ ഉമ്മൻചാണ്ടി ഇ. ശ്രീധരൻ ഒഴിവാക്കുന്നു എന്നാരോപിച്ചുകൊണ്ട് ഇ. ശ്രീധരനെ കൊച്ചി മെട്രോ വെപ്പിക്കണമെന്ന് പറഞ്ഞ സമരം ചെയ്തതാണ് P. രാജീവ് കൊച്ചിയിൽ. ഓർക്കുന്നുണ്ടോ? ഇ. ശ്രീധരന് വേണ്ടി ഘോരഘോരം പ്രസംഗിച്ചതാണ്. DMRC ഇല്ലെങ്കിൽ ഈ പദ്ധതി ഇല്ല. അപ്പോൾ ഇ. ശ്രീധരൻ അതിനെ പറഞ്ഞുകൊണ്ട് എതിർക്കാൻ പറ്റില്ല. പിന്നെ എന്ത് പറഞ്ഞ് എതിർക്കും? ഈ പദ്ധതിയെ CPM LDF എങ്ങനെ അവർക്ക് എതിർക്കാൻ കഴിയില്ല. അതുകൊണ്ട് വളരെ ഈസി ആയിട്ട് നടപ്പാവും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ശരി, അപ്പോൾ ഒരു കേരളയിൽ നമുക്ക് പ്രതീക്ഷിക്കാല്ലേ കേരളത്തിന് വരും? അല്ല, എന്താ വെച്ചാൽ ഇപ്പം ആദ്യ മന്ത്രിസഭാ യോഗത്തിന് ശേഷം വി.ഡി. സതീശൻ പറഞ്ഞു ഞങ്ങളിത് സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കുന്നു. പക്ഷേ സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കുന്നു എന്ന് പറയുമ്പോൾ കേരളത്തിന് ഒരു അതിവേഗ പാത വേണമെന്നുണ്ടല്ലോ. അതിവേഗ പാതയ്ക്ക് ഞങ്ങൾ എതിരല്ല എന്ന് പറയുന്നു. പകരം ഒരു പദ്ധതി പ്രഖ്യാപിച്ചേ മതിയാകൂ. കാരണം ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും അതിവേഗ പാത ചിലയിടത്ത് നിർമ്മാണം ആരംഭിച്ചു, ചിലയിടത്ത് അതിൻ്റെ നടപടിക്രമങ്ങൾ അതിവേഗം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഈ ഒരു ഘട്ടത്തിൽ കേരളത്തിലും ഒരു അതിവേഗ പാത വേണമെന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയമില്ല. അതുകൊണ്ട് തന്നെ സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കുമ്പോൾ പകരം എന്ത്, ബദൽ എന്ത് എന്നുള്ളൊരു ചോദ്യത്തിന് ഉത്തരം തീർച്ചയായും സതീശൻ സർക്കാർ നൽകണം. അതിന് ഉത്തരം നൽകാൻ ഉള്ളൊരു സമയമായിരിക്കുന്നു. ഇപ്പം ഇ. ശ്രീധരൻ ഇങ്ങനൊരു പദ്ധതി മുന്നോട്ട് വെക്കുന്നു എന്ന് പറയുമ്പോൾ സത്യത്തിൽ ഇ. ശ്രീധരനെ ഈ പണി ഏൽപ്പിച്ചത് ആരാണ് എന്നുള്ള ചോദ്യം നിൽക്കുന്നുണ്ട്. നേരത്തെ LDF സർക്കാരിൻ്റെ അവസാന ഘട്ടത്തിലാണ് ഇ. ശ്രീധരൻ ഞാനിതാ ഒരു പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ്
മുഖ്യമന്ത്രിയെ കാണാനൊക്കെ വേണ്ടി ചെല്ലുന്നത്. പക്ഷേ ഈ ശ്രീധരനെ കേന്ദ്രം ഇങ്ങനെ ഒരു പണിയേൽപ്പിച്ചിട്ടില്ല, സംസ്ഥാനവും ഇങ്ങനെ ഒരു പണിയേൽപ്പിച്ചിട്ടില്ല. പക്ഷേ ഈ ശ്രീധരൻ്റെ ചരിത്രം നമുക്കറിയാം. അദ്ദേഹം ഡൽഹി മെട്രോ നടപ്പിലാക്കിയ കാര്യം, രാജ്യത്ത് പലയിടത്തും പദ്ധതികൾ നടപ്പിലാക്കിയത് നമുക്കറിയാം. ആ ഒരു അദ്ദേഹത്തിൻ്റെ സക്സസ് റേറ്റ് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ശ്രീധരനെ വിശ്വാസത്തിലെടുക്കാം. പക്ഷേ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ഒരുപാട് പഠിച്ചതിന് ശേഷം മാത്രമേ തീരുമാനത്തിലെടുക്കാൻ പറ്റുള്ളൂ. കാരണം സിൽവർ ലൈനിനെതിരെ അത്രയും പ്രക്ഷോഭങ്ങൾ വന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അത് സ്ഥലമേറ്റെടുപ്പായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അത് പരമാവധി ഒഴിവാക്കുന്ന ഒരു പദ്ധതിക്ക് മാത്രമേ കേരളത്തിൽ ജനങ്ങൾ അനുമതി നൽകുകയുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. റാവു, അപ്പോൾ ഒരു പ്രതിഷേധവുമില്ലാതെ ഒരു കേരളയിൽ കൊണ്ടുവരാൻ സതീശനാവും? ഒരു നിലയ്ക്കും പറ്റില്ല. കഴിഞ്ഞ സർക്കാർ എടുത്തിട്ടുള്ള, കഴിഞ്ഞ പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്ത് UDF എന്താണോ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ആ പ്രശ്നങ്ങൾക്കൊന്നും ഇവിടെ ആൻസർ ചെയ്യപ്പെട്ടിട്ടില്ല. ഈ പദ്ധതി ഇപ്പോൾ ഇവർ കൊണ്ടുവരുന്നല്ലോ, അവർ ഇതിൻ്റെ ഒരു പ്രാഥമികമായിട്ടുള്ള ലൈൻ അനൗൺസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പാരിസ്ഥിതിക പഠനം പൂർത്തിയായോ? കേന്ദ്ര സർക്കാർ അനുമതി കൊടുത്തോ? ഫണ്ട് എങ്ങനെയാണ് എന്ന കാര്യം തീരുമാനിച്ചോ? അങ്ങനെ തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ മതിയോ? കാസർഗോഡ് എന്ന് പറയുന്ന ജില്ലയില്ലേ? കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തുണ്ടായിരുന്ന കാസർഗോഡ് വരെയുള്ള പ്ലാനാണ്. അത് വിശദീകരിക്കണ്ടേ? 5-6 വർഷം കൊണ്ടോ 10 വർഷം കൊണ്ടോ ആയിരിക്കും ഈ പദ്ധതി പൂർത്തിയാവുക. അത്രയും ഏറ്റവും ഒരു ദശാബ്ദക്കാലം ഏറ്റവും കുറഞ്ഞ് എടുക്കില്ലേ? അത്രയും കാലം നിങ്ങളുടെ ഭൂമി ഏറ്റെടുത്താൽ 10 വർഷം അവരുടെ കയ്യിലിരിക്കുക. ആ ഭൂമി പിന്നെ നിങ്ങൾക്ക് പോലും ചെയ്യാൻ പറ്റുമോ? ഇതെല്ലാം മറുപടി വരണം. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഈ പദ്ധതിയിലുണ്ടായിരുന്ന സ്ട്രാറ്റജിക് പ്രശ്നം എന്ന് വെച്ചാൽ, നിങ്ങളുടെ വീട്ടിൻ്റെ അതുവഴിയാണ് കേരളയിൽ പോകുന്നത്. രാവിലെ വരുന്നു, അവിടെ മഞ്ഞ കുറ്റിയിടുന്നു, നിങ്ങളോടൊരു ചോദ്യമില്ല, പറച്ചില്ല. നിങ്ങളുടെ അന്തസ്സിന് മേലെ കുതിര കയറി സർക്കാർ. തത്വത്തിൽ പോലും അനുമതി കിട്ടിയില്ല കേന്ദ്ര സർക്കാരിൽ നിന്ന്. എന്നിട്ടും ഞങ്ങൾ അങ്ങ് നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിച്ചു. ആ അഹങ്കാരം കയ്യിലിരിക്കട്ടെ എന്നാണ് ജനം കേരളയിനോട് പറഞ്ഞത്. കേരളയിൽ ഈ സർക്കാർ തോറ്റുപോകാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്നായിരുന്നു. പക്ഷെ ഇവിടെ ഒരു കൺസെൻസസിന് ശ്രമിക്കുമോ? അതായത് കേരളയിൽ വേണ്ട എന്ന് പറഞ്ഞ ജനങ്ങൾ, കേരളയിലെ പരിപാടി ജനങ്ങൾക്കെതിരാണ്, നാടിൻ്റെ താല്പര്യത്തിനെതിരാണ് എന്ന് പറഞ്ഞ് വലിയ സമരം ചെയ്തു ആൾക്കാർ. ജനങ്ങളും എതിരായിരുന്നുകൊണ്ടാണല്ലോ സർക്കാരിന് തിരിച്ചടി വന്നത്. ശരി, തൃക്കാക്കരയ്ക്ക് ശേഷം പിന്നെ സർക്കാർ സ്ലോ ഡൗൺ ചെയ്താണ് നമ്മൾ കണ്ടത്. എങ്കിൽ ജനങ്ങളുമായിട്ട് നിങ്ങൾ സംസാരിക്കുന്നുണ്ടോ? ഈ പദ്ധതി കടന്നു പോകുന്ന സ്ഥലങ്ങളിലെ ആളുകളുമായിട്ട് ആശയവിനിമയം നടത്തിയിട്ട് ഒരു കൺസെൻസസ് സമവായം ഉണ്ടാക്കിയിട്ടാണോ ഈ പദ്ധതിയിലേക്ക് പ്രവേശിക്കുന്നതോ നിങ്ങൾ തന്നെ അങ്ങ് തീരുമാനിച്ചോ? അപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞ കാര്യത്തിനെതിരായി. ജനങ്ങളുമായി ആശയവിനിമയം നടത്താതെ, ജനങ്ങളുടെ അന്തസ്സിനെ മാനിക്കാതെ, അഭിപ്രായം കേൾക്കാതെയാണ് കേരളയിൽ കൊണ്ടുവന്ന് പറഞ്ഞു. നിങ്ങൾ ആ പ്രോസസ്സിലേക്ക് എത്ര എത്തിയിട്ടുണ്ട്? നിങ്ങൾ അതിൻ്റെ എക്സസൈസ് തുടങ്ങിയോ ജനങ്ങളുമായിട്ട് സംസാരിക്കാനുള്ള? പിന്നെ ഇത് കണ്ണൂർ വരെ മതി എന്ന് തീരുമാനിക്കുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ്? എത്ര പണം ഇതിന് ചിലവാകും? ആ ചിലവാകുന്ന ഫലം നിങ്ങൾ എങ്ങനെ തിരിച്ചെടുക്കും? അത് സാധാരണക്കാരൻ സഞ്ചരിക്കാൻ കഴിയാത്ത വിധം ഹൈ ഫെയറിലായിരിക്കുമോ ഓടിക്കാൻ പോവുക? അങ്ങനെയെങ്കിൽ ഇതിൻ്റെ സക്സസ് റേറ്റ് എന്തായിരിക്കും? നിങ്ങൾ വളവുകളും തിരിവുകളുള്ള ഒരു പാതയാണ് ഇപ്പോൾ അവതരിപ്പിച്ചിട്ടുള്ളത്. വളവുകളും തിരിവുകളുള്ള പാതയിൽ നിങ്ങൾ 200 കിലോമീറ്റർ സ്പീഡ് അച്ചീവ് ചെയ്യുമോ? ആ ചോദ്യം അവിടെ ഉണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ചെയ്യേണ്ടതാണ്, ഇങ്ങനെ ഒരു പാതയ്ക്ക് പകരം നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്യാൻ കഴിയുന്നത്, നിലവിൽ കേരളത്തിലെ പാത വളവും തിരിവുള്ള പാതയായതുകൊണ്ട് സ്പീഡ് കൂട്ടാൻ പറ്റില്ല എന്നുകൊണ്ടാണ് നമ്മളൊരു പുതിയ അലൈൻമെൻറ്റ് ആലോചിക്കുന്നത്. അപ്പോഴാണ് LDF സർക്കാർ ഒരു സ്ട്രെയിറ്റ് ലൈൻ പറഞ്ഞത്. നിങ്ങൾക്ക് ആ സ്ട്രെയിറ്റ് ലൈൻ വേണ്ട, നിങ്ങൾ വളവും തിരിവുള്ള നാദാപുരം, കുറ്റ്യാടിയൊക്കെ പോലുള്ള സ്ഥലം എടുക്കുകയാണ്. അങ്ങനെയാണ് ഒരു കുഴപ്പമുണ്ട്. നിങ്ങൾക്ക് ഈ നിലവിലുള്ള പാതയെ കൂടുതൽ ശാക്തീകരിച്ചാൽ പോലെ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് അവിടെ കിടക്കുന്നുണ്ടോ എന്നുള്ളതാണ് കാണേണ്ട കാര്യം. ആളുകളെ വിശ്വാസത്തിലെടുക്കുക ഒന്ന്. രണ്ടാമത്, ഭൂമി എത്ര കാലം നിങ്ങളുടെ കസ്റ്റഡിയിൽ വെക്കേണ്ടി വരും? എത്ര ഭൂമി ഏറ്റെടുക്കേണ്ടി വരും? പാരിസ്ഥിതിക പഠനം അതെവിടെ? അത് നടത്തിയിട്ടാണോ നിങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്? ഇതൊന്നും എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ സിൽവർ ലൈൻ റദ്ദാക്കി എന്ന് കേട്ടു. സമരസമിതി ഇപ്പം തന്നെ എതിർപ്പ് രംഗത്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ സർക്കാർ കടന്നു പോകേണ്ട സന്ദർഭങ്ങൾ, ഘട്ടങ്ങൾ ഇനിയുമുണ്ട്. അത് കടന്നു പോകാതിരുന്നാൽ, ജനങ്ങളെ കേൾക്കാതെ, പാരിസ്ഥിതിക പഠനം പൂർത്തിയാക്കാതെ, ഫിനാൻഷ്യൽ വയബിലിറ്റിയെക്കുറിച്ച് സംസാരിക്കാതെ, കണ്ണൂർ വരെ മാത്രം എന്തുകൊണ്ട് തീരുമാനിക്കുന്നു പറയാതെ, ഇതിന് കുറേ ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യാനുണ്ട്. എന്നിട്ട് മാത്രമേ പാടുള്ളൂ. അല്ലാതെ ഒറ്റയ്ക്ക് പ്രഖ്യാപിക്കാം എന്ന് വിചാരിക്കേണ്ട. അത് അബദ്ധവും അപകടവുമായിരിക്കും. ശരി, അപ്പോൾ അതിവേഗ പാത വേണമെന്ന ആഗ്രഹം UDF സർക്കാരുണ്ട്. പക്ഷെ അത് എങ്ങനെ, എപ്പോൾ സാധ്യമാകും എന്ന ഒരുപാട് ചോദ്യങ്ങൾ അവശേഷിക്കും.